സംസ്ഥാപകായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ശ്രീരാമകൃഷ്ണദേവൻ്റെ ഭക്തി ഉപദേശം, അതാണ് നമ്മുടെ വിഷയം. ആ ഭക്തിയിലേക്ക് എങ്ങനെയാണ് പോകുന്നതെന്ന് സ്വാമി പറഞ്ഞ കുറേ കാര്യങ്ങൾ അതുതന്നെയാണ് അബ്ദുൽ സ്വാമി വചനാമൃതത്തെ ബേസ് ചെയ്ത് പറഞ്ഞത്. ഇതും വചനാമൃതത്തിൽ മാഷ്മഹാശയൻ കേട്ട ഉപദേശങ്ങൾ, ഭക്തിയിലേക്ക് എങ്ങനെയാണ് ഒരു ഗൃഹസ്ഥാശ്രമി ചെല്ലുന്നത്, ഒരു ഗൃഹസ്ഥാശ്രമിക്ക് എങ്ങനെയാണ് ഭക്തിയിലേക്ക് ചെല്ലാൻ പറ്റുന്നത് എന്നുള്ളതിൻ്റെ ഭഗവാൻ പറഞ്ഞ ആ ഉപദേശം മാസ്റ്റർ മഹാശയൻ കോട്ട് ചെയ്തതാണ് നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് വചനാമൃതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ഭക്തി ഉപദേശം പല രൂപത്തിൽ ഭഗവാൻ പറഞ്ഞു വരുന്നുണ്ട്. എന്നാലും ഇതിനകത്തൊരു പ്രധാന ഭാഗം വരുന്നത് 1-ാം വോള്യത്തിൽ 11-ാം ഭാഗം. അതിൽ രാഖാലിൻ്റെ, ബ്രഹ്മാനന്ദ സ്വാമികളുടെ കുടുംബത്തിലുള്ളവർ, അച്ഛനുമൊക്കെ, രാഖാലിൻ്റെ അച്ഛനും ബന്ധുക്കളും എല്ലാവരും കൂടെ ശ്രീരാമകൃഷ്ണദേവനെ കാണാനായിട്ട് ദക്ഷിണേശ്വരത്ത് ഒരു ദിവസം വരുന്നുണ്ട്. അത് വരാനുള്ള കാരണം രാഖാലിങ്ങനെ ആധ്യാത്മികതയിലേക്ക് പോകുന്നു എന്നുള്ള ഭയം കൊണ്ടാണ്. അത് അച്ഛന് നല്ലോണം ഉണ്ടായിരുന്നു. കാര്യം ഇയാൾ കല്യാണം കഴിച്ച ആളാണ്. അപ്പോൾ കല്യാണവും കഴിച്ച് ഇങ്ങനെ ഈ തരത്തിൽ കുടുംബം നോക്കേണ്ട ഒരു ആൾ ഭക്തിയുടെ മാർഗം പറഞ്ഞ് ഇവിടെ എപ്പോഴും വന്ന് ഇവിടെ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വീട്ടുകാർക്ക് സമ്മതമല്ല. അത് ഭഗവാനോടൊപ്പം വന്ന എല്ലാ സന്യസ്ത ശിഷ്യന്മാരുടെയും 16 പേരുടെയും ഏതാണ്ട് ലാട്ടു മഹാരാജ് ഒഴികെ, അല്ലെങ്കിൽ ബഡാ ഗോപാൽ ഒഴികെയുള്ള എല്ലാവരും 16-17 വയസ്സ് കോളേജിൽ പഠിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ആ കോളേജിൽ പഠിക്കുകയോ അല്ലെങ്കിൽ 17-18 വയസ്സുള്ള ചെറുപ്പക്കാരൻ ആധ്യാത്മികതയിലേക്ക് മാറുന്നു എന്ന് ഇന്ന് പോലും നമ്മൾ സമ്മതിക്കില്ല. അപ്പോൾ പിന്നെ അന്നത്തെ കാര്യം ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് രാഖാലിൻ്റെ ഈ പോക്കിനെക്കുറിച്ചൊന്ന് അറിയാനായിട്ട്, എന്താണ് ഇത് ഭഗവാനോടൊന്ന് പറയാൻ, അല്ലെങ്കിൽ ഭഗവാനുമായിട്ടൊന്ന് ചോദിച്ച് ഭഗവാനോട് മനസ്സിലാക്കാൻ ഉള്ള ഒരു വരവാണ് ഈ കുടുംബക്കാരെല്ലാം കൂടെ വരുന്ന ഒരു രംഗമുണ്ട്. വരാനൊരു കാരണമുണ്ട്. രാഖാലിൻ്റെ അച്ഛന് ഇതൊട്ടും താല്പര്യമില്ലാതിരുന്ന ഒരു കാലമായിരുന്നു ആദ്യമൊക്കെ. അദ്ദേഹം ഒരു കോടതി വ്യവഹാരം നടന്ന വക്കീലും കൂടിയാണ്. അപ്പോൾ ഒരു ദിവസം ഈ മകനിങ്ങനെ നിരന്തരം ദക്ഷിണേശ്വരത്ത് പോയി വന്നുകൊണ്ടിരുന്നപ്പോൾ നിവൃത്തിയില്ലാതെ മുറിയിൽ പൂട്ടിയിട്ടു പോകാതിരിക്കാനായിട്ട്. അപ്പോൾ മുറിയിൽ പൂട്ടിയിട്ടതിന് ശേഷമാണ് ഈ അച്ഛൻ അന്ന് പ്രധാനപ്പെട്ട ഒരു കേസ് വാദിക്കാനായിട്ട് പോകേണ്ടതുണ്ട്. ആ കേസിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അതാര് വിചാരിച്ചാലും ജയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് കുഴപ്പമുള്ളൊരു കേസാണ്. ഇത് രാഖാലിൻ്റെ അച്ഛനറിയാം. ഈ കേസ് ഒരു കാലത്തും വിജയിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഈശ്വരാധീനം ഉണ്ടെങ്കിലേ ഈ കേസ് വിജയിക്കാൻ സാധ്യതയുള്ളൂ എന്ന് രാഖാലിൻ്റെ അച്ഛന് നന്നായിട്ടറിയാം. അങ്ങനെ രാവിലെ മകനെ പൂട്ടിയിട്ടിട്ട് ഇദ്ദേഹം കോടതിയിലേക്ക് പോയി. കോടതിയിൽ ചെല്ലുമ്പോൾ ആ അന്നത്തെ വാദം കഴിഞ്ഞപ്പോൾ ദൈവകൃപയാൽ ആ കേസ് വിജയിച്ചു. അത് വലിയൊരു സന്തോഷമായി. ആ സന്തോഷം വന്ന് തിരിച്ച് വീട്ടിൽ വരികയാണ്. അപ്പോൾ കോടതിയിൽ നിന്ന് ഈ കേസ് വിജയിച്ച സന്തോഷം കൊണ്ട് ബാക്കിയെല്ലാം മറന്നുപോയി. ഈ മകനെ പൂട്ടിയിട്ടിരിക്കുന്ന കാര്യമോ മറ്റെല്ലാം മറന്നു. അച്ഛൻ നല്ല സന്തോഷവാനാണ്. അങ്ങനെ വന്നപ്പോഴാണ് മകനെ പൂട്ടിയിട്ടിട്ടാണല്ലോ പോയെന്നുള്ളൊരു ധാരണ വന്നത്. പെട്ടെന്ന് മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ രാഖാൽ വേറെ വഴി ചാടി പൊയ്ക്കഴിച്ചു. സാധാരണഗതിയിൽ ദേഷ്യപ്പെടേണ്ട അച്ഛൻ അന്ന് ദേഷ്യപ്പെട്ടില്ല. കാര്യം സന്തോഷം മനസ്സിലിരിക്കുക. അപ്പോൾ വിചാരിച്ചു, എന്തായാലും ഇവൻ ഇങ്ങനെ നിരന്തരം ഇവിടെ പോവുകയല്ലേ, അവതാര ഈശ്വര പുരുഷൻ്റെ അടുത്തേക്ക് പോവുകയല്ലേ, അതിൻ്റെയൊക്കെ ഒരു ഗുണമായിരിക്കും ഇനി കിട്ടിയത്. എന്തായാലും ഒന്ന് പോയി അന്വേഷിച്ചേക്കാം എന്നും പറഞ്ഞാണ് അച്ഛൻ ബന്ധുക്കളെല്ലാം കൂടെ, ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ രാഖാലിൻ്റെ അച്ഛൻ്റെ 2ാമത്തെ ഭാര്യയുടെ അച്ഛൻ. രാഖാലിൻ്റെ അമ്മ ആദ്യം മരിച്ചു, 2ാമത് കല്യാണം കഴിച്ച ആ ഭാര്യയുടെ അച്ഛനെയും കൂട്ടിയാണ്, പിന്നെ ബ്രഹ്മസമാജത്തിൻ്റെ 1-2 പേരെല്ലാം കൂടെ കൂട്ടിയാണ് ഇവരവിടെ ചെല്ലുന്നത്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് ചെന്ന്
ശ്രീരാമകൃഷ്ണദേവനോട് കുറേ കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഭഗവാൻ ഭക്തി ഉപദേശമായിട്ട് പറയുന്നത്, ഈ 11-ാം ഭാഗത്ത് പറയുന്നത്. അപ്പം അതിൽ ഭഗവാൻ പറഞ്ഞ ഒരു വാക്ക്, നമ്മളെല്ലാം ആനന്ദമന്ദിരത്തിലാണ് ജീവിക്കുന്നത്. ലോകത്തെല്ലാ ജീവനും ജനിക്കുന്നത് ആനന്ദമന്ദിരത്തിലാണ്. ഈ ലോകം, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു ആനന്ദ മന്ദിരമാണ്, അതിന് ഒരു സംശയമില്ല. എന്നിട്ടെന്താ നമുക്ക് ഈ ദുഃഖം? ഈ ആനന്ദമന്ദിരത്തിൽ ജീവിക്കുമ്പോൾ അവിടെ മുഴുവൻ ആനന്ദമാണ്. ഈ ആനന്ദത്തിൽ ജീവിക്കുന്ന നമുക്ക് എന്തുകൊണ്ടാണ് ഈ ദുഃഖമുണ്ടാകുന്നത്? ആനന്ദമന്ദിരത്തിൽ ദുഃഖത്തിന് ഒരു സ്ഥാനവുമില്ല, പിന്നെ എങ്ങനെ ഈ ദുഃഖം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗം. അപ്പോൾ ഈ ആനന്ദമന്ദിരത്തിൽ എന്തുകൊണ്ടാണ് ദുഃഖം എന്നുള്ളതിന് ഭഗവാൻ ഒരു ചെറിയ ഉദാഹരണം കൂടെ പറഞ്ഞു കൊടുക്കുന്നു. കാര്യം സച്ചിദാനന്ദമാണ് സ്വതവേയുള്ള ജീവൻ്റെ എല്ലാം ആധാരം. സന്തോഷം, ആനന്ദമാണ് നമ്മുടെ സ്വതവേയുള്ള സ്വഭാവം. ജീവൻ്റെ സ്വഭാവം ആനന്ദമാണ്. പക്ഷെ ഇത് ആനന്ദമായി നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരുന്നതിന് ഭഗവാൻ പറഞ്ഞ ഒരു സിമ്പിൾ ഉദാഹരണം, നമ്മൾ അടുപ്പിൽ ഒരു പാത്രം വെച്ച് അതിൽ വെള്ളം തിളപ്പിച്ച് അതിനകത്ത് കൂട്ടാൻ കഷ്ണങ്ങളൊക്കെ, സാമ്പാർ വെക്കുന്നു എന്ന് വിചാരിച്ചാണ്. നമ്മളൊരു സാമ്പാർ വെക്കുന്നു. അപ്പോൾ സാമ്പാർ വെക്കുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് ആ പാത്രം ചൂടാവും. അതാണ് ആദ്യത്തെ പ്രോസസ്സ്. പാത്രം ചൂടായി കഴിഞ്ഞാൽ അടുത്ത് സംഭവിക്കുന്നത് ആ വെള്ളം തിളയ്ക്കാൻ തുടങ്ങും. വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈ കറിക്കുള്ള കഷ്ണങ്ങളെല്ലാം ഇടുമ്പോൾ ഈ നല്ലപോലെ തിളച്ചു എന്ന്, അല്ലെങ്കിൽ സാമ്പാർ പാകമായി എന്ന് നമുക്ക് ബോധ്യം വരുന്നത് ഈ കഷ്ണങ്ങൾ കിടന്ന് ഇങ്ങനെ തുള്ളിച്ചാടുമ്പോഴാണ്. അപ്പോൾ ഈ കഷ്ണങ്ങൾ വിചാരിക്കുകയാണ്, ഞങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സന്തോഷവന്മാർ. അല്ലേ, ഞങ്ങളിങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കും, ബാക്കി ആരാണ്? ഞങ്ങളാണ് ഇങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കും. പക്ഷേ കഷ്ണത്തിന് അറിഞ്ഞുകൂടാ ഈ തിളയ്ക്കുന്ന വെള്ളം കൊണ്ടാണ് താൻ തുള്ളുന്നതെന്നുള്ള കാര്യം ഈ കഷ്ണത്തിന് അറിയില്ല. അപ്പോൾ വെള്ളം വിചാരിക്കുന്നത് ഇവനെയൊക്കെ തുള്ളിക്കുകയും ഇവനെയൊക്കെ സന്തോഷിപ്പിക്കുകയും ഞാനാണ് വെള്ളം. ഇതാണ് വെള്ളത്തിൻ്റെ ചിന്ത. അപ്പോൾ വെള്ളം ഇങ്ങനെ ചിന്തിക്കുമ്പം വെള്ളം അറിയുന്നില്ല എന്നെ താങ്ങാനൊരു പാത്രമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വട്ടത്തിൽ കിടന്ന് തുള്ളുന്നതെന്നുള്ളത്, അല്ലെങ്കിൽ തിളയ്ക്കുന്നതെന്നുള്ളത്. ഈ പാത്രമില്ലെങ്കിൽ എൻ്റെ കാര്യം അധോഗതിയാണെന്ന് ഈ വെള്ളം അറിയുന്നില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ ചിന്ത അതാണ്, അല്ല പാത്രം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ പാത്രത്തിൻ്റെ ചിന്ത എന്നതാണ്, ഇത് മുഴുവൻ താങ്ങുന്നത് ഞാനാണ്. ഞാനില്ലെങ്കിൽ ഇവൻ്റെ തിളയുമില്ല, ഈ വെള്ളത്തിൻ്റെ ചൂടാവലുമില്ല, സാമ്പാറും ഇല്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെ ഇവരാരും അറിയാത്തൊരു കാര്യമുണ്ട്, ഈ 3 കൂട്ടരും അറിയാത്തൊരു കാര്യമുണ്ട്, അടിയിലൊരു തീയുണ്ട്. ഈ തീയില്ലെങ്കിൽ ഈ തിളയും നിന്നു, വെള്ളവും നിന്നു, ചൂടും തീർന്നു. ഈ തീയാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ ഈശ്വരൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. അതായത് ആ ആനന്ദത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ഈ അഗ്നിയാണ്. ഈ അഗ്നിയെ വെള്ളത്തിനറിയാത്ത പോലെ, ഈ അഗ്നിയെ പാത്രത്തിനറിയാത്ത പോലെ, അഗ്നിയെ ഇതിനകത്ത് കിടന്ന് തുള്ളുന്ന മത്തങ്ങയ്ക്ക് അറിയാത്ത പോലെ നമ്മൾ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുക. നമ്മൾ എന്നാണോ ഈ അഗ്നിയാണ് എന്നെ ഈ തുള്ളിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഉറവിടം ഈ അഗ്നിയാണ് എന്ന് സാമ്പാറിലുള്ള മുരിങ്ങയ്ക്കും മത്തങ്ങയ്ക്കും ഒക്കെ അറിയാമായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു അറിവ് നമ്മിലേക്ക് ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ആനന്ദമന്ദിരത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് പിന്നെ ദുഃഖമില്ല. ഇതാണ് ഭഗവാൻ അവർക്ക് പറഞ്ഞു കൊടുത്തൊരു, ഇത്രയും സിമ്പിളായിട്ട് ആധ്യാത്മികതയെ ഇത്രയും സിമ്പിളായിട്ട്, ഭഗവാന്റെ എല്ലാം സിമ്പിളാണ്. കാരണം ഭഗവാൻ നമുക്ക് വീട്ടിലിരിക്കുന്ന പാചകപ്പുരയിൽ, അടുക്കളയിൽ നടക്കുന്ന ഉദാഹരണങ്ങളാണ് ഏറ്റവും കൂടുതൽ. ഭഗവാൻ ഏറ്റവും കൂടുതൽ ഉദാഹരണം പറഞ്ഞിട്ടുള്ള അടുക്കളയിൽ അമ്മ പാചകം ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് കാരണം നമ്മുടെ സ്വതവേയുള്ള അന്നഗത പ്രാണന്മാരാണെന്ന് ഭഗവാൻ അറിയാം. ഇരിക്കുന്നവരോട് ആധ്യാത്മികത പറഞ്ഞിട്ടോ ജ്ഞാനയോഗം വിളമ്പിയിട്ടോ ഒരു കർമ്മയോഗം വിളമ്പിയിട്ടോ ഒരു കാര്യമല്ല. ഇരിക്കുന്ന മുഴുവൻ അന്നഗത പ്രാണനാണ്. അപ്പം നമ്മളും ചിന്തിക്കുന്നത് എന്താണ്, 11 മണിയായിട്ട് എന്താ ചായ കൊണ്ടുവരാത്ത, അല്ലെങ്കിൽ വെള്ളം കൊണ്ടുവരാത്ത എന്താ എന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നു. ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നു, എന്താ സമയമായില്ലേ? അവിടെ സ്വാമി അവിടെ വള്ളിക്കോടാകുമ്പോൾ ആദ്യത്തെ പ്രഭാഷണം കഴിയുമ്പോൾ ഇനി നിർത്തും, നമുക്ക് ബിസ്ക്കറ്റും ചായയും കഴിച്ചിട്ട് ബാക്കി മതി എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമായി. അതില്ലെങ്കിൽ പിന്നെ ഇനി എന്ത് വേദാന്തം പറഞ്ഞാലും അയ്യോ ഇതൊന്ന് നിർത്തി കിട്ടിയിട്ട് ചായ കുടിച്ചാൽ കൊള്ളായിരുന്നു എന്നുള്ള മട്ടിലേക്ക് പോകും. അപ്പോൾ അന്നഗത പ്രാണനായതുകൊണ്ടാണ്.
അത് തന്നെയാണ് ഇപ്പം ഈ വെള്ളം കുടിച്ചതിൻ്റെ ഒരു ഊർജ്ജത്തിൽ കുറച്ച് നേരം ഇരിക്കും നമ്മൾ. അത് കഴിഞ്ഞൊരു 1:30 ആകുമ്പോഴേക്കും സംഗതി മാറും. അപ്പോൾ എല്ലാം റെഡിയാണല്ലോ എന്നുള്ള തോന്നലിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതും കടന്നു പോയാൽ നമ്മൾ വിടും. അപ്പോൾ ഇത് അന്നഗത പ്രാണൻ്റെ സ്വഭാവം. അന്നഗത പ്രാണനായതുകൊണ്ട് ഇങ്ങനെ തന്നെ വരാം. അപ്പം അതാണ് ഭഗവാൻ പറഞ്ഞ ആ ഒരു ഈ രാഖാലിൻ്റെ കുടുംബക്കാരോട് പറഞ്ഞത്. അപ്പോൾ ഇതിൽ പറയുന്നത്, നമ്മൾ ഈ ഭഗവാൻ ഈ പറഞ്ഞ ഉദാഹരണം പറഞ്ഞു കേട്ട് ഈ ഒരു ഉദാഹരണം പറഞ്ഞതോടുകൂടി ഈ രാഖാലിൻ്റെ വീട്ടുകാർക്ക് അതുവരെ ഇല്ലാതിരുന്ന ഒരു ആത്മബോധത്തെക്കുറിച്ചുള്ളൊരു തോന്നൽ. കാരണം ഇത്രയും സിമ്പിളാണോ ഈ കാര്യം? ചുമ്മാ അല്ല എൻ്റെ മോൻ ഇങ്ങനെ ഇവിടെ സ്ഥിരം വരുന്നത്. കാരണം ഇത്രയും രസകരമായി കഥ കേൾക്കുന്ന ഞാൻ പോലും വന്നു പോകും എന്ന് രാഖാലിൻ്റെ അച്ഛൻ അന്ന് വിചാരിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഒരു കാര്യത്തിലാണ് ആനന്ദത്തെക്കുറിച്ച് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിവിടെ പ്രധാനമായിട്ടും ഭഗവാന്റെ ഭക്തി ഉപദേശത്തിൻ്റെ ചില ഭാഗങ്ങളാണ് നമ്മളെടുത്ത് എങ്ങനെയാണ് നമ്മൾ ഗൃഹസ്ഥർ ഈ നേരത്തെ പറഞ്ഞ തീയൊക്കെ മനസ്സിലായി. പക്ഷേ ഇത് വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാര്യം നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പ്രാക്ടിക്കൽ വശം കൂടെ മനസ്സിലാവും. അല്ലാതെ രാവിലെ മുതൽ അഗ്നിയാണ് എല്ലാ കാര്യങ്ങളും, അടുപ്പിലിരിക്കുന്ന അഗ്നിയാണ് എല്ലാ കാര്യങ്ങളും എന്ന് ആലോചിച്ചിട്ട് എത്ര നേരം ഇരിക്കാൻ പറ്റും? അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ ചോദിച്ചാൽ ഈശ്വരനെ കാണാൻ വല്ല മാർഗമുണ്ടോ? അത് തിരിച്ചറിഞ്ഞാൽ ഈശ്വരനെ കാണാൻ പറ്റൂ. ഈശ്വരനെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഈശ്വരനെ കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്വാമിക്ക് അത് പറയാം. കാര്യം സ്വാമി ഇതെല്ലാം കടന്നു വന്ന ആളാണ്. നമ്മളൊക്കെ അതേ ഒരു അടുത്ത സെക്കൻഡിൽ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ കിടക്കുകയാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ 100,000 പ്രശ്നങ്ങൾ നമ്മളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഒരു സത്യം എനിക്ക് സമയമില്ല, അവിടെ വേറെ കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ ഇത്തരം ഒരു ചുറ്റുപാടിൽ നിന്ന് വന്ന് ഈ ചുറ്റുപാടിൽ ജീവിക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാന പ്രശ്നം. അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളുള്ള സ്ഥലത്ത് 30 പേരാണ് ദക്ഷിണേശ്വരത്ത് വന്നതെങ്കിൽ ആകെ 50 പേർക്ക് മാത്രമാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിതകാലത്ത് ബോധമുണ്ടായത്. 50 പേർക്ക്. അതിൽ 19 പേർ മാത്രമാണ് സന്യസിക്കാൻ തീരുമാനിച്ചത്. ബാക്കി 35 പേർ ഗൃഹസ്ഥാശ്രമികളായി നിന്നുകൊണ്ട് തന്നെ ഭഗവാനെ സേവിച്ചവരാണ്. അപ്പം ആകെ 55 പേര് കൂടുതൽ വന്നിട്ടേയില്ല. പക്ഷെ ഈ 55 പേർ ആ മുറിയിലെത്തിയതിൻ്റെ ഫലമാണ് ഈ 150 വർഷം കഴിഞ്ഞ് നമ്മൾ അനുഭവിക്കുന്നത്. അന്ന് അവരവിടെ വന്ന ആ മുറിയിൽ ഇരുന്നില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഈ 82 മുതൽ 84 വരെയുള്ള കാര്യമേ നമുക്കറിയാവൂ. 82 മുതൽ 86 വരെയുള്ള കാര്യമേ നമുക്കറിയാവൂ. 4 വർഷം കൊണ്ടുള്ളത്. അതിനു മുമ്പും ഭഗവാൻ ജീവിച്ചതല്ലേ. ആ കാലത്ത് ഭഗവാൻ പറഞ്ഞോ കാര്യങ്ങളൊന്നും നമുക്ക് കേട്ടിട്ട് നമ്മൾ അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പം എത്ര നഷ്ടമാണ് നമുക്ക് വന്നത്. 82-ൽ മാസ്റ്റർ മഹാശയൻ ആ മുറിയിൽ വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അങ്ങനെ വന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്കിതെല്ലാം നഷ്ടമായി പോയേനെ. ഇല്ല, ഈശ്വരൻ അതിന് മറ്റൊരു വഴി കണ്ടുപിടിക്കും, അത് വേറെ വഴി. എന്നാലും നമ്മൾ ഇങ്ങനെയാണ് ചിന്തിക്കുക. ഇതിൻ്റെ രസം അതല്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ കാര്യം. എനിക്ക് ഇതുവരെ അതിൻ്റെ ഉത്തരം കിട്ടിയിട്ടില്ല. മാസ്റ്റർ മഹാശയൻ ആ കൽക്കട്ടയിലെ പ്രധാനപ്പെട്ട ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് ഈ സമയത്ത്. മാത്രമല്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നല്ലോണം ലഭിച്ച ആളാണ്. അതിൻ്റെ അഹങ്കാരമൊക്കെ ഉള്ള ആളാണ്. അങ്ങനെയാണല്ലോ വരുന്നത്. മാത്രമല്ല മാസ്റ്റർ മഹാശയൻ്റെ ഭാര്യ എന്ന് പറയുന്നത് കേശവചന്ദ്രസേൻ്റെ മരുമകളാണ്. ആലോചിച്ച് നോക്കണം. കേശവചന്ദ്രസേൻ്റെ മരുമകളാണ്. മാസ്റ്റർ മഹാശയനെ ഈ വിവാഹപ്രായമായപ്പോൾ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ സ്കൂളിലെ പ്രധാന അധ്യാപകനാണെന്നുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ വച്ചാണ് കേശവചന്ദ്രസേനോട് വന്ന് ഈ വിവരം പറയുന്നതും നികുഞ്ചാദേവി എന്ന മരുമകളെ, അതായത് കേശവചന്ദ്രസേൻ്റെ ബ്രദറിൻ്റെ മകളാണ് നികുഞ്ചാദേവിയെ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ കേശവചന്ദ്രസേനുമായിട്ട് ബന്ധം വന്ന ആളാണ്. എന്നിട്ടും 75 മുതൽ കേശവചന്ദ്രസേനൻ ബംഗാളി പത്രങ്ങളിലും ഈ ഇന്ത്യ മിററിലും ഒക്കെ ഇംഗ്ലീഷിലും ബംഗാളിയിലും ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് നിരവധി ലേഖനങ്ങൾ എഴുതി. ഈ വിദ്യാസമ്പന്നനായ മാസ്റ്റർ മഹാശയൻ ഇതൊന്നും വായിച്ചിട്ടില്ലേ? 75 മുതൽ എഴുതുന്നുണ്ട്. 82-ൽ ശ്രീരാമകൃഷ്ണദേവനെ അറിയില്ല മാസ്റ്റർ മഹാശയൻ അവിടെ വരുമ്പോൾ. സിദ്ധുവാണ് പറഞ്ഞത് ഇങ്ങനൊരു ആളവിടെ ഉണ്ടെന്ന്. ചേച്ചിയുടെ മകനാണ്. സിദ്ധുവാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു പരമഹംസൻ അവിടെ ഉണ്ട്,
കണ്ടാൽ കൊള്ളാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഇത്രയും വിദ്യാഭ്യാസമുള്ള ആൾ, ഇത്രയും കേശവചന്ദ്രസേനുമായിട്ട് അടുപ്പമുള്ള ഒരാൾ എന്തുകൊണ്ട് ശ്രീരാമകൃഷ്ണദേവനെ അറിയാതെ പോയി? ഞാൻ എത്ര ആലോചിച്ചിട്ടും പിടി. ഇനിയൊരു ബന്ധം കൂടെ ഉണ്ട്. ഈ മാസ്റ്റർ മഹാശയൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ് ആദ്യത്തെ ശ്രീരാമകൃഷ്ണദേവൻ്റെ ഡോക്ടർ. അതുകൊണ്ടാണ് ഈശാനൻ്റെ വീട്ടിലോ എന്ന് ചോദിച്ചത്. ഈശാൻ കവിരാജ് എന്ന് പറഞ്ഞാൽ വൈദ്യൻ. അപ്പോൾ ഈശാനന് ശ്രീരാമകൃഷ്ണദേവൻ അറിയാം. വചനാമൃതത്തിൻ്റെ 2ാമത്തെ പേജ്, 1ാം വോള്യത്തിൻ്റെ 2ാമത്തെ പേജിൽ ഇത് വരുന്നുണ്ട്. 1ാം അധ്യായത്തിൽ ഇത് വരുന്നുണ്ട്. അപ്പോൾ നീ എവിടുന്ന് വരുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഇന്നടുത്ത്. ഓ, ഈശാനൻ്റെ വീടോ എന്ന്. ഈ രണ്ടുപേരെ അറിയാവുന്ന ശ്രീരാമകൃഷ്ണദേവനെ ഇയാൾക്ക് ഇതെങ്ങനെ അറിയാതെ പോയി? ഇയാളുടെ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് പ്രയോജനം? അങ്ങനെയാണ് വൃന്ദയെക്കുറിച്ച് എനിക്ക് വലിയ അഭിമാനം തോന്നിയത്. വൃന്ദയാണ് ഇയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ അതെല്ലാം ഭഗവാന്റെ ഒരു വലിയ ലീലയുടെ ഭാഗമായിരുന്നത് എന്ന് പിന്നീട് നോക്കാം. അപ്പോൾ നമ്മൾ ആ വിഷയമല്ല, നമ്മൾ ഭഗവാന്റെ ഭക്തി വഴിയിലാണ് പോകുന്നത്. ഇപ്പോൾ പറയുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ ആനന്ദം ആണ് നമ്മുടെ സ്ഥായിയായ ഭാവം. ഈ ലോകത്തിൻ്റെ സച്ചിദാനന്ദമാണ് എങ്കിൽ നമ്മൾക്ക് ഏറ്റവും നല്ല മരുന്ന് ഈ ആനന്ദം സസ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വിദ്യ കണ്ടുപിടിച്ച് നമ്മൾ രക്ഷപ്പെട്ടു. ഈ ആനന്ദം നിലനിർത്തിയാൽ പോരെ, അല്ലേ സ്വാമി? ആനന്ദം നിലനിർത്തിയാൽ നമുക്ക് എപ്പോഴും സന്തോഷമാവുമല്ലോ. അല്ല, അതല്ലേ എൻ്റെ വഴി. എൻ്റെ യുക്തി കൊണ്ട് ഞാൻ പറഞ്ഞു, ഇത് ഒരു വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, ഒരു യുക്തി ഞാൻ അറിയും. ആനന്ദമാണ് ഇത്. ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു ഇത് ആനന്ദമന്ദിരം, ഇതിൻ്റെ സ്ഥായിയായ ഭാവം സച്ചിദാനന്ദം, നമ്മുടെ എല്ലാം ഉള്ളിൽ സച്ചിദാനന്ദം. അങ്ങനെയാണെങ്കിൽ ഈ സച്ചിദാനന്ദം നിലനിർത്തിയാൽ പോരെ? അതിൻ്റെ ഒരു വഴി എന്താണ്? ഇത് നിലനിർത്താൻ എന്താ വഴി? അപ്പോൾ ഭയം വേണ്ടല്ലോ നമുക്ക്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ സച്ചിദാനന്ദം എങ്ങനെ നിലനിർത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് പിന്നീട് വരുന്ന ഇത് വചനാമൃതത്തിൽ കൂടാതെ തന്നെ ഇത് മറ്റ് ചില റെഫറൻസിൽ നിന്നും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ ഭാഗതി സച്ചിദാനന്ദം നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിനെ വെച്ചിട്ടാണ് ഞാനിത് പോകുന്നത്. അപ്പോൾ ഇതിൽ ഒരു വഴി മാസ്റ്റർ മഹാശയൻ സ്വീകരിച്ച വഴിയാണ്. മാസ്റ്റർ മഹാശയൻ്റെ ജീവിതത്തിലുടനീളം നമ്മൾ നോക്കിയാൽ അദ്ദേഹം സ്വീകരിച്ച സാധന എന്ന് പറഞ്ഞാൽ എഴുതുക എന്നുള്ളതാണ്. എഴുതുക. ഈ കഴിഞ്ഞ പ്രാവശ്യം ഇത്തവണത്തെ ഓണപ്പതിപ്പ് വാങ്ങിച്ച കൂട്ടത്തിൽ മാതൃഭൂമിയുടെ ഓണപ്പതിപ്പ് മേടിച്ചപ്പോൾ രാമചന്ദ്ര ഗുഹ, നമ്മുടെ ശാസ്ത്രജ്ഞ ഇത് ശാസ്ത്ര വിഷയങ്ങളിലൊക്കെ ധാരാളം എഴുതുകയൊക്കെ ചെയ്യുന്ന നിരീശ്വരവാദി കൂടിയാണ് രാമചന്ദ്ര ഗുഹ. ഈ നാസ്തികനാണ് രാമചന്ദ്ര ഗുഹ. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസിനെ കുറിച്ച് പറഞ്ഞത് എല്ലാ ദിവസവും A4 ഷീറ്റിൽ 20 A4 ഷീറ്റിൽ കൈകൊണ്ട് എഴുതിയിരിക്കും. അതാണ് എൻ്റെ സാധന. ഇന്നേ വരെ ഞാൻ മുടക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ഏതാണ്ട് കഴിഞ്ഞ 35 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 20 പേജെങ്കിലും ഞാൻ എഴുതും. അത് ഇന്നലെന്നൊന്നുമില്ല. എനിക്ക് ബോധ്യമായി തോന്നുന്നതോ ചിന്തയിൽ വരുന്നതോ ഞാൻ റെഫർ ചെയ്യുന്നതോ ഞാൻ മനസ്സിലാക്കുന്നതോ ആയ കാര്യങ്ങളെ ഞാൻ ഒരു ദിവസം 20 പേജ്, മിനിമം 20 പേജ് എഴുതിയിരിക്കും. എന്നിട്ട് മകനോട് ഇയാൾ ഉപദേശിക്കാറുണ്ടായിരുന്നു, നീ എന്തൊക്കെ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്താലും അതിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൈകൊണ്ട് എഡിറ്റ് ചെയ്യണമെന്ന്. കാരണം കൈയും ഈ അക്ഷരവും തമ്മിലുള്ള കണക്ഷൻ ഉണ്ടെങ്കിലേ നിൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുള്ളൂ. ഈ ബ്രെയിനും ഈ നമ്മൾ എഴുതുന്ന ആശയമാണ് നമ്മുടെ മുമ്പിൽ പ്രിൻ്റ് ഔട്ടായിട്ട് വരുന്നത്. ഈ ആശയത്തിനും നമ്മുടെ ബ്രെയിനും ഇടയ്ക്ക്, ബ്രെയിൻ ഒരു കടലാസിൽ അല്ല, ആശയം ഒരു കടലാസിൽ വരുന്നു. ഈ കടലാസിൽ വന്ന ആശയം ബ്രെയിനിൽ നിന്നാണ് വന്നത്. പക്ഷേ ഇപ്പോഴുള്ള കുഴപ്പം, നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഇതുമായിട്ട് ബന്ധമില്ല. മറ്റൊരു മൗസ് വഴിയാണ് നമ്മളിതിനെ കണക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് അക്ഷരത്തിൻ്റെ രൂപത്തിൽ നമ്മൾ കൈയോ ശരീരമോ ചലിപ്പിക്കുന്നില്ല. മറ്റത് ആ എന്ന് എഴുതുമ്പോൾ നമ്മുടെ ആ വട്ടത്തിൽ തന്നെ കൈ ചലിച്ചേ പറ്റൂ. ഈ 36 അക്ഷരവും 56 അക്ഷരവും ചലിക്കണമെങ്കിൽ നമുക്ക് ഈ തരത്തിൽ കൈകൊണ്ട് ചലിപ്പിച്ചേ പറ്റും. ഈ ചലനങ്ങൾ ഓരോന്നും നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ദിവസം 20 പേജെങ്കിലും എഴുതണമെന്ന് രാമചന്ദ്ര ഗുഹ
അതിൽ പറഞ്ഞത്. മാസ്റ്റർ മഹാശയൻ ഇത് അക്ഷരം പ്രതി അനുസരിച്ച ഒരാളാണ്. ഇതിനു വേണ്ടി 7-ാം വയസ്സ് മുതൽ മാസ്റ്റർ മഹാശയനെ ഈശ്വരൻ പ്രാക്ടീസ് ചെയ്യിച്ചതാണ്. തൻ്റെ 7-ാമത്തെ വയസ്സിൽ അദ്ദേഹം എഴുതാൻ തുടങ്ങിയതാണ് പല രൂപത്തിൽ. അതിനു മുമ്പ് 5 വയസ്സിന് മുമ്പ് 4 വയസ്സുള്ളപ്പോൾ ഭഗവാൻ തൊട്ട് അനുഗ്രഹിച്ച് വിട്ടതാണ് അറിയാതെ. കാര്യം അമ്മയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു കുഞ്ഞ് ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടന്നപ്പോൾ അന്ന് ഒരാൾ വന്ന്, ഒരു പൂജാരി വന്ന് ഇങ്ങനെ ശരീരത്ത് പിടിച്ച് ഇത് ആരുടെ കുഞ്ഞാണ് എന്ന് ചോദിച്ച് പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ആ പിടിച്ചത് ശ്രീരാമകൃഷ്ണദേവനാണ്. അന്ന് 4-ാമത്തെ വയസ്സിൽ മാസ്റ്റർ മഹാശയനെ ഭഗവാൻ തൊട്ടിട്ടുണ്ട്. പിന്നീട് 7-ാമത്തെ വയസ്സ് മുതൽ 7-ാമത്തെ വയസ്സ് മുതൽ മാസ്റ്റർ മഹാശയൻ എഴുതാൻ തുടങ്ങി. എഴുതുന്ന ഞാൻ രാവിലെ എഴുന്നേറ്റു, അമ്മയെ തൊഴുതു, അച്ഛനെ തൊഴുതു, പോണ വഴിക്ക് അമ്പലത്തിൽ തൊഴുതു, ഇത്രയേ ഉള്ളൂ. ആകെ ഒരു ദിവസത്തെ കലാപരിപാടി ഈ 3-4 പേജേ എഴുത്തുള്ളൂ, വരികളേ ഉള്ളൂ. പക്ഷേ ഇതാണ് പിന്നീട് പ്രാക്ടീസായത്. ഒരു പക്ഷേ ഈശ്വരൻ്റെ മുൻകൂട്ടിയുള്ള തീരുമാനമാണ് ഇവനെ എഴുതി 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 ഒരു പരുവം വരുത്തിയിട്ട് വേണം എൻ്റെ അടുത്ത് എത്തിക്കാൻ. മാസ്റ്റർ മഹാശയനെ അല്ലാതെ മറ്റൊരാളെ ശ്രീരാമകൃഷ്ണദേവൻ എഴുതാൻ അനുവദിച്ചിട്ടേ ഇല്ല. പലരും ഇങ്ങനെ ശ്രമിച്ചെങ്കിലും ഭഗവാൻ അത് അനുവദിച്ചിട്ടില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് എഴുതാനേ സംഭവിച്ചിട്ടില്ല. അന്ന് ഭഗവാൻ അതിന് പറഞ്ഞത്, നിങ്ങളത് എഴുതിയാൽ പിന്നെ ഈ ശരീരത്തിൽ ഞാൻ നിൽക്കില്ല, അതുകൊണ്ട് എഴുതരുതെന്ന് പറഞ്ഞു. പബ്ലിഷ് ചെയ്യാനും പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ കേശവചന്ദ്രസേനൻ ഉപദേശ രൂപേണ നേരത്തെ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, പറഞ്ഞുകൊണ്ടൊന്നുമല്ല. അപ്പം അങ്ങനെ പലരും ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഭഗവാൻ അവരൊക്കെ ചെയ്തത് ഭഗവാനിൽ നിന്ന് കേട്ട കാര്യങ്ങൾ എഴുതിയതല്ല. പക്ഷേ ഭഗവാന്റെ നേരിട്ടുള്ള സ്പീച്ചസ് അവിടെ ഇരുന്ന് നേരിട്ട് എഴുതിയെടുത്ത് സൂക്ഷിക്കുന്ന രീതി ആരെ അനുവദിച്ചിരുന്നില്ല. അത് മാസ്റ്റർ മഹാശയൻ നേരിട്ട് എഴുതിയിട്ടുമില്ല. പിന്നീട് വീട്ടിൽ ചെന്ന് വൈകുന്നേരം ഇരുന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് രാവിലെ കേട്ട കാര്യങ്ങളെക്കുറിച്ച് 1-2 വാക്കുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. മാസ്റ്റർ മഹാശയൻ്റെ ഒറിജിനൽ ഡയറിയിൽ അത് നമുക്ക് കാണുമ്പോൾ കാണാം. കാരണം ഇന്ന് നമ്മൾ കാണുന്ന വചനാമൃതത്തിലെ 6-7 പേജുകൾ, അധ്യായങ്ങൾ, 6-7 അധ്യായങ്ങൾ, അതിന് മാസ്റ്റർ മഹാശയൻ്റെ ഡയറിയിൽ 3-4 വരിയേ ഉള്ളൂ, പോയിൻ്റ് മാത്രമേ ഉള്ളൂ. ഈ പോയിൻസിനെ പിന്നെ ഡെവലപ്പ് ചെയ്ത് സാധന കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്താണ് ഇത് എഴുതുന്നത്. അത് എഴുതുമ്പോൾ ഭഗവാന്റെ ദേഹത്യാഗം കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞിട്ടാണെന്ന് ആലോചിക്കണം. അന്ന് എഴുതിയതല്ല, 20 വർഷം കഴിഞ്ഞു. 20 വർഷം കഴിഞ്ഞാണ് ഇത് പബ്ലിഷ് ചെയ്യാൻ തീരുമാനമെടുക്കുന്നത്. അന്ന് ശാരദാദേവി ഇത് പബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞ 20 വർഷം കഴിഞ്ഞാണ് ഈ പുസ്തക രൂപത്തിലേക്ക് ഇത് മാറി എഴുതുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കണം, അത്രയും കൊല്ലത്തിന് ശേഷം. അപ്പോൾ മാസ്റ്റർ മഹാശയനോട് ഇതെങ്ങനെ എഴുതി? 20 കൊല്ലം കഴിഞ്ഞ് ഇത് എഴുതിയിരിക്കുന്ന മുഴുവൻ തൊട്ടടുത്ത് ഇന്നാളിരിക്കുന്നു, അയാൾ അങ്ങോട്ട് നോക്കിയിരിക്കുന്നു, ഇയാൾ ഇങ്ങോട്ട് നോക്കി, അതായത് ലൈവ് റിപ്പോർട്ടാണ് ഇത് മുഴുവനും. അപ്പോൾ ഈ ലൈവ് റിപ്പോർട്ട് ഇതെങ്ങനെ 20 വർഷങ്ങൾക്ക് ശേഷം താങ്കൾക്കിത് സാധ്യമായി? അപ്പോൾ ഞാൻ ഒരു ധ്യാനത്തിലിരിക്കും. ഈ ധ്യാനത്തിലിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന തോന്നലുകൾ, ആ പിക്ചറുകൾ, ആ കാലഘട്ടത്തിൽ ഭഗവാനോടൊപ്പം ആ മുറിയിലിരുന്നതും സഞ്ചരിച്ചതുമായ ഏതൊക്കെ സന്ദർഭങ്ങളിൽ വന്നത് ഏറ്റവും അട്രാക്റ്റീവായിട്ട് എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങൾ ആദ്യം കയറി വരും. അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണ വചനാമൃതം നമ്മളിന്ന് കാണുന്നത് പോലെ ഓർഡറിലായിരുന്നില്ല മാസ്റ്റർ മഹാശയൻ എഴുതിയത്. അത് 1882 ഫെബ്രുവരിയിലെ ഒരു ദിവസം എഴുതും. അടുത്ത പേജ് വരുമ്പോഴേക്കും അത് 1885 ആവും, പിന്നെ 86 ആവും, പിന്നെ 84 ആവും. ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും കിടക്കുകയായിരുന്നു. കാര്യം മാസ്റ്റർ മഹാശയൻ സാധനയായി വീട്ടിലിരുന്ന് ആ സാധനാ രൂപത്തിൽ ഇത് ആലോചിച്ച് അന്ന് മനസ്സിൽ തെളിയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും എഴുതുന്ന ഒരു ശൈലിയായിരുന്നു. അപ്പോൾ ഈ എഴുത്ത് നമ്മളെ പറഞ്ഞു വന്നത്, നമ്മളിവിടെ ഗൃഹസ്ഥാശ്രമത്തിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളുടെ ഈശ്വര സാക്ഷാത്കാരം, ഈ ആനന്ദമന്ദിരത്തിൽ ഈ ആനന്ദം സ്ഥായിയായി നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രോജക്റ്റ് ഇവിടുത്തെ. അതിൻ്റെ ഒരു മാർഗം എഴുതുക എന്നുള്ളത്. അത് നമുക്ക് മാസ്റ്റർ മഹാശയൻ നമുക്ക് കാണിച്ചു തന്ന വലിയൊരു ഇതാണ്. നമ്മൾ ഈ നാമം ജപിക്കുന്നത് പോലെ തന്നെ, നമ്മൾ ഓരോ ആധ്യാത്മിക കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പോലെ തന്നെ, ഇപ്പോൾ നിസാരം, ഇപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് അബ്ദുൽ സ്വാമി നമ്മളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ ഈ സത്സംഗത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കേട്ടു. ഇത് നമ്മൾ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു 4-5 പേജിൽ ഞാൻ ഇന്ന് അനുഭവിച്ചത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നമ്മളാൽ കഴിയുന്ന പോലെ എഴുതിയാൽ മതി. ഇപ്പം ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് അങ്ങനെ സാധന ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറേ ഡിവൈസ് നമുക്ക് ആവശ്യമാണ്. അപ്പം ഞാൻ
അനുഷ്ഠിക്കുന്ന ഒരു രീതി ഞാൻ പറയാം ഈ കാര്യത്തിൽ. ഇതിപ്പോൾ ഒരാൾ എനിക്ക് പണ്ട് തന്ന ഒരു ഡയറിയാണ്, സാധാരണ ഡയറിയാണ്. പക്ഷേ ഈ ഡയറിയെ ഞാൻ ഇങ്ങനെയാണ് ആക്കിയത്. കാരണം ഭഗവാന്റെ പടം, ഈ ഡയറിക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പേര് ഹംസ പുഷ്കരണി എന്നാണ്. ഹംസ പുഷ്കരണി എന്ന് പറയുന്നത് ദക്ഷിണേശ്വരത്ത് ഭഗവാന്റെ മുറിയുടെ തൊട്ടടുത്തുള്ള ആ കുളത്തിൻ്റെ പേരാണ് ഹംസ പുഷ്കരണി. ഈ ഹംസ പുഷ്കരണി എന്ന് പറയുന്നതാണ് എൻ്റെ സാധനാ പുസ്തകം. ഞാൻ ഇതിനകത്ത് ചില കാര്യങ്ങൾ എൻ്റെ ചിലപ്പോൾ ഭഗവാന്റെ പടം കിട്ടും, അപ്പോൾ അത് അങ്ങനെ ശാരദാദേവിയുടെ വരച്ച പടം കിട്ടിയപ്പോൾ ഇങ്ങനെ പലരുടെയും പടം ഇതിനകത്ത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ഇതിനകത്ത് വെക്കും. ഭഗവാനുമായി ബന്ധപ്പെട്ട് എനിക്ക് ലഭിക്കുന്ന വസ്തുക്കളോ എനിക്ക് തോന്നുന്ന വസ്തുക്കളോ അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളോ, ഞാൻ ഈ അടുത്ത 10 ദിവസം കൊണ്ട് ഇന്ന കാര്യം ചെയ്യും, അതെല്ലാം ഞാൻ ഇതിനകത്ത് കുറിച്ചു വെക്കും. എന്നിട്ട് എത്ര എണ്ണം ഞാൻ നടത്തിയെന്ന് ഞാൻ പിന്നീടൊന്ന് തിരിച്ചു നോക്കും. അപ്പോൾ ഇതെൻ്റെ ഒരു പേഴ്സണൽ സാധനാ പുസ്തകമാണ്. ഇത് ഞാൻ എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു ഘടനയ്ക്ക് വേണ്ടി ഞാൻ സൂക്ഷിക്കുന്ന ഒരു രീതിയാണ്. ഇതാണ് ഒരു സാധനാക്രമമായിട്ട് ഞാൻ സൂക്ഷിക്കുന്നത്. ഇങ്ങനെയുള്ള പുസ്തകങ്ങൾക്ക് ഇതുപോലെ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഞാൻ ഇതേപോലെ ഓരോ പേര്, ഈ വചനാമൃതത്തിൽ നിന്നും ഭഗവാന്റെ ജീവിതത്തിൽ നിന്നും ഓരോ അതിൽ കാണുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട ചില പേരുകൾ ഈ പുസ്തകത്തിന് ആ പേരിടും. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, എഴുത്തിൻ്റെ ഒരു ഘടനയെ നമുക്ക് സാധനയായിട്ട് സ്വീകരിക്കാൻ പറ്റും. ഇത് ഞാൻ ഒരുപാട് പേരിൽ ഇത് വളരെ പ്രായം ചെന്ന ഒരു ചേച്ചിയെ ഞാൻ കഴിഞ്ഞ ദിവസം പോയി യാദൃച്ഛികമായി കണ്ടതാണ്. ആ ചേച്ചി താമസിക്കുന്നത് ഇപ്പോൾ ആകെയുള്ള രാവിലെ അയ്യപ്പനെ ചേച്ചിക്ക് 83-84 വയസ്സായി. ഇപ്പോൾ രാവിലെ പോയി അമ്പലത്തിൽ പോകും. പിന്നെ നോക്കുന്നത് ചേച്ചി ഫുൾ ടൈം എഴുത്താണ്. കിട്ടുന്നതും അറിയുന്നതും കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും എഴുതി ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എത്ര ഡയറികളും നോട്ട് ബുക്കുകളാണ് ഇരിക്കുന്നത്. രാവിലെ ഈ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്നാലുടൻ തന്നെ പിന്നെ എഴുത്താരംഭിക്കും. പറഞ്ഞു ഞാൻ ഒന്നും അറിയുന്നു, എൻ്റെ കൈക്കൊക്കെ നല്ല ആരോഗ്യമാണ് എപ്പോഴും. അതുകൊണ്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഓരോന്ന് ചിലതൊക്കെ എടുത്ത് എന്നെ വായിച്ചു കേൾപ്പിക്കും. ഞാൻ ഇന്നത് കണ്ടത്, ഇന്നതിനെക്കുറിച്ച് നല്ല ധാരണയാണ്, എഴുതിയത് എന്തൊക്കെയാണ്. അതൊരു വലിയ ആരോഗ്യപരമായ സാധനയാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാത്രമല്ല, ഈ എഴുതി വെക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം, ഇത് നമ്മുടെ അടുത്ത തലമുറ ഇത് വായിക്കുമെന്നും നമുക്ക് ഉറപ്പൊന്നുമില്ല, പക്ഷെ വായിക്കാൻ സാധ്യതയുണ്ട്. കാരണം എൻ്റെ അച്ഛൻ ഇത് എഴുതി വെച്ചുകൊണ്ടിരുന്നതെന്ന് ഞാൻ ആ സമയത്ത് നോക്കാറില്ല. അച്ഛൻ്റെ കാലശേഷം പല സന്ദർഭത്തിലായിട്ട് കിട്ടിയിട്ടുള്ള ഓരോ ഇതേപോലെ എഴുതി വെച്ച കാര്യങ്ങൾ കിട്ടിയപ്പോഴാണ് അതിനകത്ത് അത്ഭുതകരമായിട്ട് പല വിഷയങ്ങളും എഴുതി വച്ചിരിക്കുന്നത് വായിച്ചു. അപ്പോൾ എഴുത്തുകൊണ്ട് നമുക്ക് മാത്രമല്ല, വരുന്നൊരു തലമുറയ്ക്ക്, അത് അന്വേഷിക്കുന്ന തലമുറയ്ക്ക്, അല്ലെങ്കിൽ യാദൃച്ഛികമായി നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അതുകൊണ്ട് വലിയ പ്രയോജനമുണ്ട്. അപ്പോൾ എഴുത്തൊരു സാധനമാണ്. ആനന്ദം നിലനിർത്താനുള്ള ഒരു മാർഗം എഴുത്ത് തന്നെയാണ്. അതാണ് നമ്മൾ ഈ മഹാശയൻ്റെ ഇതിലൂടെ അത് പറയുന്നത്. ഭഗവാൻ അത് സൂചിപ്പിക്കുന്നുണ്ട് ഈ കാര്യം. ആ കാര്യത്തിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം കൂടി, എഴുത്തിൻ്റെ ഒരു ഗുണം നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ ഉപനിഷത്തുകൾ, വേദങ്ങൾ 4 നമുക്കറിയാം. ഉപനിഷത്തുകൾ 10 നമ്മൾ പ്രയോഗത്തിലുണ്ട്. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്? ഈ എഴുതി സൂക്ഷിക്കപ്പെടാതെ നഷ്ടപ്പെട്ടു പോയതിനെ, അപ്പം ഞാൻ ഈയിടെ അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാനത് കുറിച്ച് വെച്ചതാണ്. ഋഗ്വേദത്തിൽ 21 ഉപനിഷത്തുണ്ട്. ഋഗ്വേദത്തെ ബേസ് ചെയ്ത് 21 ഉപനിഷത്തുകളുണ്ട്. പക്ഷെ നമ്മുടെ അറിവിൽ 10 ഉള്ളൂ. ബാക്കി 11 നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുപോലെ യജുർവേദത്തിൽ 100 ഉപനിഷത്തുകളുണ്ട്. നമുക്ക് 50 നിലവിലുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് 50. സാമവേദത്തിൽ 1000 ഉപനിഷത്തുകളുണ്ട്. അവിടെയാണ് നമ്മൾ ഏറ്റവും കഷ്ടപ്പെട്ടു പോയി. സാമവേദത്തിലാണ് കലയും സംസ്കാരവും ഒക്കെ വരുന്ന ഏറ്റവും 17 ഉള്ളൂ. 1000 ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ കലയും സംസ്കാരത്തെ സംബന്ധിക്കുന്ന സാമവേദത്തിൻ്റെ ആ ഉപനിഷത്തുകൾ 1000 നമുക്കുണ്ടായിരുന്നുവെങ്കിൽ എന്തായിരുന്നിരുന്നേനെ നമ്മുടെ അവസ്ഥ ഭാരതത്തിൻ്റെ. പക്ഷെ 17 നമുക്ക് അവശേഷിച്ചിട്ടുള്ളൂ. അഥർവവേദത്തിൽ 50 31 നിലനിൽക്കുന്നത്. ഏറ്റവും തമാശ എന്ന് വെച്ചാൽ 50 ഐഡൻറ്റിഫൈ ചെയ്തെങ്കിലും അതിൽ 31 നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ ഈ കൂട്ടത്തിൽ ഇങ്ങനെ കണക്കെടുക്കുമ്പോൾ 1171 ഉപനിഷത്തുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. 108 നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഈ 10 തന്നെ
അതിനകത്ത് ഐഡൻറ്റിഫൈ അത് കൃത്യമായി 10 എണ്ണത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് കിട്ടാൻ കാരണം ശങ്കരാചാര്യർ അത് ചെയ്തതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ അതും നമുക്ക് കിട്ടില്ലായിരുന്നു ആ 10. അപ്പോൾ ഈ എഴുതി സൂക്ഷിക്കുന്നതിൻ്റെ ഒരു വലിയ ബെനിഫിറ്റിൻ്റെ ഒരു കാര്യമായി പറഞ്ഞു. ഇത്തരം നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ് ഉള്ളത് കൊണ്ടാണ്, ആരെങ്കിലുമൊക്കെ ശ്രമിച്ചത് കൊണ്ടാണ് ഇത് പിന്നീടുള്ള തലമുറയ്ക്ക് ഇത് കിട്ടിയത്. മാസ്റ്റർ മഹാശയൻ ഇത് അന്ന് രാത്രിയിലിരുന്ന് കുത്തിക്കുറിച്ചില്ലായിരുന്നു എങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? ഇത് നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണത്. വെറുതെ വായിച്ചാൽ മതി. വചനാമൃതം എല്ലാ ദിവസവും വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ സദാ ആനന്ദ മന്ദിരത്തിൽ തന്നെയാണ്, സംശയമൊന്നുമില്ല കാര്യം. അപ്പം അതാണ് എഴുത്തിൻ്റെ ഒരു കാര്യം പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയുന്നത് സ്നേഹപ്രകടനമാണ്. ആനന്ദമന്ദിരത്തിൽ ആനന്ദം സ്ഥിരമായി നിലനിർത്താനുള്ള മറ്റൊരു എഴുത്ത് പോലെ മറ്റൊരു ഉപാധിയായിട്ട് പറയുന്നത് സ്നേഹപ്രകടനത്തെക്കുറിച്ചാണ്. അതായത് നമ്മുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പറഞ്ഞാൽ ആനന്ദവും സ്നേഹവും ഒക്കെ തന്നെയാണ് നമ്മുടെ അടിസ്ഥാന സ്വഭാവം. നമുക്ക് സ്നേഹമാണ് നമ്മുടെ അടിസ്ഥാന സ്വഭാവം. പക്ഷേ ഈ യഥാർത്ഥത്തിൽ നമ്മളെ ഈശ്വരീയ പുരുഷന്മാരെല്ലാം അഭിസംബോധന ചെയ്യുമ്പോൾ സ്നേഹസ്വരൂപരാല എന്നൊക്കെയാണ് നമ്മൾ, അല്ലെങ്കിൽ സ്നേഹസ്വരൂപരെ എന്നൊക്കെയാണ് മനുഷ്യരോട് അവർ അഭിസംബോധന ചെയ്യുന്നത്. അപ്പം സ്നേഹം സ്വരൂപമായിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. പക്ഷെ നമ്മൾക്കിത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. സ്നേഹമാണ് നമ്മളുണ്ടാക്കിയിരിക്കുന്നത് പഞ്ചസാര പോലെ മധുരിച്ച അവസ്ഥയിലാണ്. പക്ഷെ നമ്മൾ തൊടുമ്പോൾ മുഴുവൻ കയ്പ്പാണ് അനുഭവപ്പെടുന്നത്. നമ്മുടെ സ്ഥായിയായ ഭാവം മധുരമാണ്, അല്ലേ? ഒരു ലഡു ആണെന്ന് വിചാരിക്കാം, നമ്മളെല്ലാം ഒരു ലഡുവാണ്. അപ്പോൾ ലഡു മധുരമുള്ളതാണ്. പക്ഷെ നക്കി നോക്കുക, ഒരു പൊടിച്ച് നോക്കുമ്പോൾ മുഴുവൻ കയ്പ്പാണെങ്കിലുള്ള അവസ്ഥ എന്താണ്? ആ ലഡുവിന് എന്തെങ്കിലും വിലയുണ്ട്? ഇതാണ് നമുക്കുള്ള വരുന്ന അവസ്ഥ. അപ്പോൾ സ്നേഹം കൊണ്ട് നിർമ്മിച്ച നമ്മൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ അത് സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളൊരു ഘടനയിൽ അത് സ്വാഭാവികമായി നമ്മൾ ചെയ്തു വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. പറ്റുന്നിടത്തോളം നമ്മൾ പരമാവധി ആളുകളുമായിട്ട് സ്നേഹത്തോടെ ഇടപെടാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക. ഇത് തന്നെ കുറേ കൂടെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ പേഴ്സണലി ആണെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിൽ മൃഗങ്ങളെ വളർത്തു മൃഗങ്ങളെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അമ്മ മാത്രമുള്ള വീടുകളിൽ മക്കളെല്ലാം വിദേശത്താവുമ്പോൾ ഇവിടെ കൂട്ടിന് 2 പട്ടികളെ 3 പട്ടികളെ മാത്രം വീട്ടിലാക്കിയിട്ട് പോകുന്ന എത്രയോ കുടുംബങ്ങളെ എനിക്ക് നേരിട്ടറിയാം. ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട് ഇവരെ. ഒരമ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ അകത്തോട്ട് കയറാൻ നിവർത്തിയില്ല, മക്കളെല്ലാം വിദേശത്താണ്. അപ്പോൾ ജനലിൽ കൂടെ ആരോ ഭക്ഷണം കൊടുക്കുകയാണ് അവർക്ക് ചെയ്യുന്നത്. അവർ പൂട്ടിയിട്ടിരിക്കുകയാണ്. 2 നല്ല ഒന്നാന്തരം ഡോബർമാൻ പട്ടികൾ അതിനകത്തുണ്ട്. ഈ 2 പട്ടികളും ഈ അമ്മയെ മാത്രമാണ്. ഇത് ഞാൻ പത്രപ്രവർത്തന കാലത്ത് ഞാൻ റിപ്പോർട്ട് ചെയ്താണ് ഈ സംഭവം. പിന്നീട് ടി വിയിലൊക്കെ ടെലിവിഷൻ ചാനലിലൊക്കെ ഇത് വന്നതാണ്. കാര്യം അവർക്ക് വേറെ മാർഗ്ഗമില്ല ഇത് ചെയ്യാൻ. അപ്പോൾ കാര്യം ഇതൊരു സാധാരണഗതിയിൽ അവർ അന്ന് മക്കളുമായിട്ട് തന്നെ പറഞ്ഞു ഇത് ഒരു ഹോം നേഴ്സിനെ നിർത്താൻ നിവർത്തിയില്ല. കാര്യം പിന്നെ ഹോം നേഴ്സിനെ വെക്കേണ്ട ജോലിയും കൂടെ വേറെ ആളെ വെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് പറഞ്ഞത്. അപ്പോൾ അതിനിപ്പോൾ ഏറ്റവും നല്ലത് 2 പട്ടികളെ ഇവിടെ കൊടുത്താൽ അമ്മയ്ക്ക് സന്തോഷമായി, അമ്മ ആ പട്ടികളുമായിട്ട് സന്തോഷമായിട്ട് കഴിയും. അപ്പോൾ ഈ സ്നേഹപ്രകടനത്തിനുള്ള ചില വഴികൾ മനുഷ്യൻ സ്വയം കണ്ടെത്തുന്നതാണ്. മറ്റൊന്ന്, ധാരാളം ചെടികൾ വളർത്തുന്നു, വീട്ടിലൊരു പൂന്തോട്ടം വളർത്തുന്നു, അല്ലെങ്കിൽ മരങ്ങൾ നട്ടു വളർത്തുന്നു, ഫലവൃക്ഷങ്ങളായാലും മതി. ഇപ്പോൾ ഇവിടെ വന്ന് കയറുമ്പോൾ ധാരാളം ഈ ചുറ്റുപാട് നിറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു വലിയ സന്തോഷമാണ് ഇതിനകത്തോട്ട് വരുമ്പോൾ. ഈ മരങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് വലിയ ഏറ്റവും രസകരമായത് MT വാസുദേവൻ നായരുടെ ഒരു സിനിമയുണ്ട്, ഒടുവിൽ ഉണ്ണികൃഷ്ണനും പ്രായമായിട്ട് നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു ചെറുപുഞ്ചിരി എന്നുള്ളത് നോക്കൂ. അവർ ആ അച്ഛനും അമ്മയും മക്കളൊക്കെ വെളിയിലാണ്. അപ്പോൾ പെൻഷനൊക്കെ പറ്റി നാട്ടിൽ ആ വീട്ടിൽ താമസിക്കുമ്പോൾ രാവിലെ തുടങ്ങുന്നത് തന്നെ പാവലത്തിനോട് സംസാരിച്ച്, ചേമ്പിനോട് സംസാരിച്ച്, വേറെ ആരോടും സംസാരിക്കാനില്ല അവർക്ക്. അപ്പോൾ ചേമ്പിനോടും പാവലത്തോടും ചെടികളോടും സംസാരിച്ച് ജീവിക്കുന്ന ഒരു 2 വൃദ്ധ ദമ്പതികളുടെ കഥയാണ് ഒരു ചെറുപുഞ്ചിരി. ഈ ഒരു ചെറുപുഞ്ചിരി എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയിൽ നിന്ന്, ഈ ചെടികളിൽ നിന്നുള്ള ആ ചെറുപുഞ്ചിരിയാണ്. ഈ അച്ഛൻ അവസാനം ഒരു പ്രത്യേക ഘട്ടത്തിൽ ആ ഗൃഹനാഥൻ മരിച്ചു പോകുമ്പോൾ അമ്മയ്ക്ക് ഒരിക്കലും ദുഃഖമില്ല. കാര്യം അമ്മ രാവിലെ എഴുന്നേറ്റ് നേരെ പാവലത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഈ പാവലത്തിൻ്റെ വള്ളി ഈ അമ്മയെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നു. മനോഹരമായ ചിത്രീകരണം. ഇത് സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. നമ്മളൊരു ആനന്ദമായ അവസ്ഥയിൽ ജീവിക്കുന്ന നമ്മൾ കണ്ടെത്തുന്ന ആനന്ദം നിലനിർത്താനുള്ള ചില പ്രാക്ടീസാണിത്. അവിടെയാണ് ഇത് കിടക്കുന്നത്. അപ്പം അങ്ങനെ ചില കാര്യം. പിന്നെ വരുന്നത് ഈ സ്നേഹത്തിൻ്റെ അടുത്ത് വരുന്ന ഒരു യാത്ര
യാത്ര എന്നുള്ള ഘടന. യാത്ര ഇത് നേരത്തെ സ്വാമി അത് സൂചിപ്പിച്ചിരുന്നു, വിജനത്തിലേക്ക്. അപ്പം സ്വജനത്തിൽ നിന്ന് മാറി ഉള്ള യാത്രയാണ് ഈ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു കംഫർട്ടായൊരു മേഖലയിലേക്കല്ല യാത്ര എന്ന് പറയുന്നത്. സ്വജനത്തിൽ നിന്ന് മാറി നമുക്ക് ഇഷ്ടപ്പെട്ട ചുറ്റുപാടുകളിൽ നിന്ന് മാറി നമ്മെ സ്വാർത്ഥമായി നമ്മൾ കാണുന്ന ചുറ്റുപാടുകളിൽ നിന്ന് മാറിയുള്ള യാത്രകൾ. ഇത്തരം യാത്രകൾ നമുക്ക് ആനന്ദം തരും സ്വാഭാവികമായിട്ട്. അതാണ് മറ്റൊരു ഘടന പറയുന്നത്. പിന്നെ പറയുന്നത് ലളിതമായ ഭക്ഷണം. അത് ആനന്ദത്തിൻ്റെ ഒരു വഴിയാണ്. നമ്മുടെ ആനന്ദത്തെ നശിപ്പിക്കുന്നതിൻ്റെ ഒരു ഘടന ഭക്ഷണം തന്നെയാണ്. കാര്യം സമയത്ത് ഭക്ഷണം കിട്ടാത്തപ്പോൾ നമ്മളെ എല്ലാ കൺട്രോൾ കിട്ടും ഇല്ലേ? നമ്മൾ സാധാരണ പിന്നെ ഭക്ഷണത്തിൻ്റെ രുചിയിൽ മാറ്റം വന്നാൽ കൺട്രോൾ കിട്ടും. അപ്പോൾ എൻ്റെ ഒരു അപ്പൂപ്പനുണ്ട്, എല്ലാം കൃത്യം രുചി മറ്റേ അളന്നു മുറിച്ച രുചികളാണ് അദ്ദേഹത്തിന്. അതിലെന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ തകർത്ത് കളയും. അപ്പോൾ ഭക്ഷണത്തിനോടുള്ള അത് അല്ലേ, ഭക്ഷണത്തോട് ഇപ്പോൾ സ്ത്രീകൾക്ക് അത് നന്നായി അവരുടെ മുഖം കാണുമ്പോൾ എനിക്കറിയാം അവരനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന്. ഇത് എല്ലായിടത്തും ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായി സ്വീകരിച്ച എനിക്കുള്ള ഭക്ഷണം ഞാൻ വെക്കുകയും ഭാര്യയ്ക്കുള്ള ഭക്ഷണം ഭാര്യ വെക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറി. അപ്പോൾ ഈ പ്രശ്നം വരുന്നില്ല. ഞാൻ വെക്കുമ്പോൾ അതിൻ്റെ അരുചി മുഴുവൻ ഞാൻ അങ്ങ് കഴിച്ചാൽ മതി. അപ്പോൾ ഞാനിത് വെച്ചിട്ട് ഞാൻ ഭാര്യയ്ക്ക് വേണ്ട അത് കഴിച്ചോണ്ടാൽ മതി, കാരണം ഇത് വായി വെക്കാൻ കൊള്ളാത്തതാണ് എന്നാണ് അവരുടെ ധാരണ. അപ്പോൾ എന്ന് പറഞ്ഞു, പക്ഷെ പ്രശ്നമില്ല, ഞാൻ എൻ്റേതായ രുചിയുമായിട്ട് ഞാനും. അപ്പോൾ ഭക്ഷണം ഒരു വലിയ ഘടകമാണ്. ആനന്ദം നിലനിർത്തുന്നതിൽ ഭക്ഷണം അന്നഗതപ്രാണൻ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാര്യമാണ്. അപ്പം ഭക്ഷണം ഒരു വലിയ ഘടനയാണ്. അപ്പോൾ ലളിതമായ ഭക്ഷണം എന്നും കൂടെ ഇതിനകത്തൊരു ഘടനയുണ്ട്. അപ്പോൾ ശാരദാദേവി ഇത് വളരെ പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. ശാരദാദേവി ചപ്പാത്തി അല്ലെങ്കിൽ കിച്ചുടി ഉണ്ടാക്കി ഭഗവാന് ഈ നഹബത്തിൽ താമസിക്കുന്ന കാലത്ത് അവിടെ കൊടുക്കാനായിട്ട് അവിടെ കൊണ്ടു കൊടുക്കും. അപ്പോൾ ഗോലാബ്മായാണ് ഇടയ്ക്ക് അത് മേടിച്ചുകൊണ്ട് ഭഗവാന് കൊടുക്കുന്നത്. അപ്പോൾ ശാരദാദേവിക്ക് വലിയ സങ്കടമായി. ഭഗവാൻ ആലോചിക്കുകയാണ്, ശാരദയ്ക്ക് ഇപ്പോൾ സങ്കടമായിരിക്കും. കാര്യം ആകെ എന്നെ കാണാൻ കിട്ടുന്ന ഒരു അവസരം ഈ ഭക്ഷണം കൊടുക്കുമ്പോഴാണ്, അത് ഈ ഗോലാബ്മായപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ആ അവസരവും നഷ്ടപ്പെട്ടു. കാര്യം ശാരദാദേവി ആരും പുറത്ത് കണ്ടിട്ടില്ല. ആകെ ആണുങ്ങളിൽ ഒരാൾക്കേ അനുവാദമുള്ളൂ, അത് ലാട്ടു മഹാരാജനാണ്. ലാട്ടുവിനോട് മാത്രമേ ശാരദാദേവിക്ക് അടുത്ത് പോകാൻ അനുവാദം കൊടുത്തിട്ടുള്ളൂ. ലാട്ടുവിനെ മാത്രമേ അവിടെ നഹബത്തിനകത്തേക്ക് ചുറ്റും പനമ്പ് പോലെ മറ വെച്ച് മൂടി ഒരു കൂട്ടിലകപ്പെട്ട കിളിയെപ്പോലെയാണ് അതിനകത്ത് ശാരദാദേവിയെ താമസിപ്പിച്ചിരുന്നത് നഹബത്തിനകത്ത്. അപ്പോൾ ഞങ്ങൾ ആ നഹബത്തിൽ ചെന്നപ്പോഴാണ് അത്ഭുതപ്പെട്ടു പോയത്. ആദ്യം വിചാരിച്ച് 2 നിലയുള്ള നഹബത്തെന്നൊക്കെ കേട്ടപ്പോൾ ഇതൊരു വലിയ സൗകര്യമായിരിക്കും. ചെന്നപ്പോൾ കൈ നീട്ടാനുള്ള വീതിയുള്ളതിന്. ആകെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ നീട്ടിയാൽ ഈ 2 കൈ നീട്ടിയാൽ ഇത്രയേ ഉള്ളൂ ആ മുറി. അങ്ങനെയുള്ള ഒരു മുറിയിലാണ് ശാരദാദേവിയും അമ്മയും പിന്നെ ഗോലാബ്മായും ഇടയ്ക്ക് അവിടെ താമസമുണ്ട്. ഇവർ 3 പേർ ആ മുറിയിൽ. കാര്യം 3 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമില്ല ഇതിനകത്ത്. അതിനകത്ത് ഭക്ഷണവും പാചകം ചെയ്യണം, ആളുകളെ കാണാതിരിക്കണം, പുറമേ നിന്നുള്ള ആരും കാണാനും പാടില്ല. അപ്പം എത്ര ത്യാഗം അനുഭവിച്ചാണ് ആ മുറിക്കകത്ത് ശാരദാദേവി ഭഗവാനെ സേവിച്ചുകൊണ്ട് ജീവിച്ചിരുന്നത്. അപ്പോൾ ശാരദാദേവി ഈ ഭക്ഷണം, ശാരദാദേവിക്ക് നിർബന്ധമാണ് സ്വാദിഷ്ടമായ ഭക്ഷണം. അപ്പോൾ അന്ന് നരേന്ദ്രനും അങ്ങനെ ആരെങ്കിലുമൊക്കെ അധികം കുട്ടികളന്ന് രാത്രി ഉണ്ടെങ്കിൽ അവർക്കുള്ള ഭക്ഷണം കൂടെ അപ്പോൾ രാവിലെ മുതൽ ശാരദാദേവിയുടെ ശ്രദ്ധ മുഴുവൻ ഈ ചപ്പാത്തി ഉണ്ടാക്കലാണ്, ഭക്ഷണം ഉണ്ടാക്കിക്കൂടെ. കാര്യം ഇത്രയും ഈ കുട്ടികളെല്ലാം അവിടെ വന്നിരിക്കുകയല്ലേ. അവസാനമൊക്കെ ഈ ശാരദാദേവിയെ തന്നെയാണ് പിന്നീടും ഷാംപുക്കൂറിലേക്ക് കൊണ്ടുപോയപ്പോഴും അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചു. അത് കഴിഞ്ഞ് അപ്പുറത്ത് മറ്റേ കാശിപ്പൂർ ഗാർഡനിൽ വന്നപ്പോൾ അവിടെയും കൊണ്ട് താമസിപ്പിച്ചു. ഭഗവാന്റെ കാര്യങ്ങൾ നോക്കാനും ഭക്ഷണ കാര്യങ്ങൾ നോക്കാനും വേറെ ആർക്കും പറ്റില്ല. അപ്പോൾ ഈ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു വലിയ ആനന്ദത്തിലേക്കുള്ള ഒരു മാർഗമാണ്. അപ്പോൾ നമുക്കത് ആനന്ദം വരണമെങ്കിൽ ഈ ഭക്ഷണത്തെ പരമാവധി ലളിതവൽക്കരിച്ചാൽ മതി. കൂടുതൽ ഷവർമാന്നും ചിക്കൻ ബിരിയാണി എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോഴാണ് ഈ വിഷമം വരുന്നത്. ഏറ്റവും ലളിതവൽക്കരിക്കാനുള്ള ശീലം കിട്ടിയാൽ ഏറ്റവും ആനന്ദകരമായ ഭക്ഷണമായിരിക്കും നമ്മൾ കഴിക്കുക. ഏറ്റവും ലളിതമായ ഭക്ഷണമായിരിക്കും ഏറ്റവും ആനന്ദം തരുന്ന ഭക്ഷണം. അപ്പം അത് ഇതിനകത്ത് പറയുന്ന ഒരു പ്രത്യേക ഒരു ആനന്ദം നിലനിർത്താനുള്ള ഒരു പ്രാക്ടീസിൻ്റെ ഒരു ഭാഗമാണ്. മാത്രമല്ല ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ നല്ല പാത്രങ്ങളിൽ കഴിക്കണം. എന്നും പറഞ്ഞ് വില കൂടിയ പാത്രമൊന്നല്ല അർത്ഥം. നല്ല പാത്രങ്ങൾ. നമ്മൾ വീടുകളിൽ
സ്ഥിരം പാത്രങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഒട്ടുമിക്കാർ അങ്ങനെ ഇരിക്കുന്ന സ്ഥിരം സീറ്റിലേ ഇരിക്കുകയുള്ളൂ. ഡൈനിങ് ടേബിള് ഇത് എൻ്റെ സീറ്റ് ഇവിടെയാണ്, അവിടെ ഞാനിരിക്കുകയുള്ളൂ അല്ലേ, അങ്ങനെ സ്ഥിരം സീറ്റാണ്, സ്ഥിരം പാത്രമാണ്. ഈ ജയിലിൽ പോയ പോലെ അവസ്ഥയാണ് ഇത്. അത് സ്ഥിരം ഒരു പാത്രമാണ്. അല്ലെങ്കിൽ അത് കാര്യം നമ്മളതിൽ അറ്റാച്ച്ഡ് ആയിപ്പോയി. ആ സ്ഥിരം പാത്രത്തോടും സ്ഥിരം സീറ്റിനോടും സ്ഥിരം രുചികളോടും ഒക്കെ നമ്മളൊരു അറ്റാച്ച്മെൻ്റാണ്. അത് മാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആ ഒരു സ്ഥിരവാശിയോട് നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുള്ള സ്ഥിരവാശിയോട് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ള സ്വാദിനെ മാറ്റിക്കൊണ്ടിരിക്കുക. സ്ഥിരം സ്വാദിൻ്റെ പിന്നാലെ പോകാതെ സ്വാദിനെ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത്തരം ഭക്ഷണത്തെ എങ്ങനെ ഒരു ആനന്ദപ്രദമാക്കാം എന്നുള്ളത് ഇതെല്ലാം ഈശ്വര നിവേദ്യമായിട്ടാണ് കാണേണ്ടത്. നമ്മുടെ യാത്രയായാലും ഈശ്വരനിലേക്കുള്ള യാത്രയാണെന്ന്, അല്ലാതെ ടൂറിന് പോകാനായിട്ട് നാളെ മൂന്നാറിന് പോകുന്ന പരിപാടിയാണെന്നുള്ള അർത്ഥത്തിലല്ല ഈ പറയുന്നത്. ഇതെല്ലാത്തിൻ്റെയും അണ്ടർ കറണ്ട് എന്ന് പറയുന്നത് ഈശ്വരനെ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ അപ്പോൾ ഈശ്വരന് വേണ്ടിയാണ് നമ്മിലുള്ള ഈശ്വരീയ ഭാവത്തെയാണ് നമ്മൾ ഊട്ടുന്നത്. അപ്പോൾ ഏറ്റവും മോശപ്പെട്ട ഒരവസ്ഥയിൽ നമ്മളത് ഊട്ടില്ലല്ലോ. ഏറ്റവും നല്ല ഭക്ഷണമല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. മോശം ഭക്ഷണം നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരന് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അത്തരം ശുദ്ധമായത് നമ്മളല്ലല്ലോ കഴിക്കുന്നത്. ഒരു ഭക്ഷണത്തിൻ്റെ രുചി എന്ന് പറയുന്നത് നാക്കിൻ്റെ 3 ഇഞ്ചിൻ്റെ അറ്റം വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഈ എല്ലാത്തിനും ഒരു രുചിയാണ്. ഈ 3 ഇഞ്ച് രുചിക്ക് വേണ്ടിയാണ് ഈ യുദ്ധം മുഴുവൻ നടക്കുന്നത്. അതാണ് ഈ അവസാനം പിന്നെ ആ രുചിയുള്ള യുദ്ധം നടത്തി പിന്നെ ഇങ്ങനെ എറിയലാവും ഗുളിക. അത് അണ്ണാക്കിലോട്ട് അങ്ങിടേ ഉള്ളൂ കഴിക്കാതിരിക്കാനായിട്ട്. അതോടുകൂടി 3 ഇഞ്ചിൻ്റെ ഉപയോഗം തീർന്നു. പിന്നെ ഇവിടെ കൂടെ ട്യൂബിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്ന സാധനം. അതോട് പിന്നെ വലിയ യുദ്ധമായിരുന്നു. ഉപ്പ് കുറഞ്ഞു, മറ്റത് കുറഞ്ഞു, മറിഞ്ഞു. ഇപ്പം നോക്കുമ്പോൾ ട്യൂബിൽ കൂടെ ഇത് ഏത് വഴി കൂടെ കയറി പോകുന്ന ഈ കിടക്കുന്ന ആൾ പോലും അറിയുന്നില്ല. അതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ഈ ഭക്ഷണത്തോടുള്ള ആ ഒരു ലാളിത്യം ആനന്ദത്തിലേക്കുള്ള ഒരു മാർഗമായിട്ട് പറയുന്നുണ്ട്. പിന്നെ വരുന്നത് നല്ല വസ്ത്രധാരണം. അതും ഈ വില കൂടിയ വസ്ത്രധാരണം എന്നല്ല, ഏറ്റവും ആളുകൾ കാണുമ്പോൾ സന്തോഷം തരുന്ന തരത്തിൽ സദാ വസ്ത്രം ധരിക്കണമെന്നാണ്. കാര്യം നമ്മൾ പൊതിയുന്ന നമ്മുടെ ശരീരത്തെ അല്ല, ഇതിലുള്ള ഈശ്വരീയ ഭാവത്തെയാണ് നമ്മൾ അണിയിക്കുന്നത്. നമ്മുടെ ശരീരം ഒരു ആനന്ദമന്ദിരമാണല്ലോ. നമ്മൾ ഈ ആനന്ദമന്ദിരത്തിൽ ജീവിക്കുന്ന പോലെ ഈ ബ്രഹ്മസ്വരൂപം തന്നെയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. ഈ ബ്രഹ്മസ്വരൂപത്തെയാണ് നമ്മൾ ഭംഗിയായി കുളിക്കുകയും നല്ല രീതിയിൽ വൃത്തിയായി സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്നതും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ബ്രഹ്മസ്വരൂപത്തെ അടിസ്ഥാനപ്പെടുത്തി. എന്തുകൊണ്ട് ഈ ബ്രഹ്മസ്വരൂപത്തെ നമ്മൾ മോശം വസ്ത്രം ധരിപ്പിക്കണം അല്ലേ? അങ്ങ് വളരെ നമുക്ക് തന്നെ കണ്ടറിയാം ഇത് കൊള്ളൂലെന്ന്. ആ കൊള്ളില്ലെന്ന് തോന്നുന്ന വസ്ത്രം നമ്മൾ പിന്നെ എങ്ങനെ കളയും എന്ന് വെച്ചെടുത്തങ്ങെടുക്കും. ചെയ്യരുത്. നമുക്ക് ഏറ്റവും സന്തോഷകരമായ വസ്ത്രം മാത്രമേ ധരിക്കാവൂ. അതിപ്പോൾ യേശുദാസ് കൊണ്ട് പറഞ്ഞു, എനിക്ക് ആകെ 2 വസ്ത്രമേ ഉള്ളൂ, അതിങ്ങനെ നനച്ച് വെള്ളയായതുകൊണ്ട് നനച്ച് സന്തോഷകരമാണ്. പക്ഷെ അത് വൃത്തിയായിട്ടാണ്. എൻ്റെ കൂടെ ഞാൻ കൽക്കട്ടയിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് ആകെ 2 ഷർട്ടും 2 പാൻറ്റും ഉള്ളായിരുന്നു. പക്ഷേ ആ കോളേജിൽ ഞങ്ങളുടെ ആ ബാച്ചിൽ ഏറ്റവും ഭംഗിയായി ഡ്രസ്സ് ചെയ്യുന്ന അയാളായിരുന്നു. കണ്ടാൽ നമുക്കൊരു അഴകാണ്. അത് അത്ര ഗംഭീരമാണ് അയാൾ ഡ്രസ്സ് ചെയ്തിരിക്കുന്നുണ്ട്. കൊതിയായി പോവും. പക്ഷേ ആകെ 2 ഉള്ളൂ. ബാക്കി എന്തെല്ലാം വേഷഭൂഷാദികൾ ഇട്ട് വരും നമുക്ക് ഓക്കുവേഡായിട്ട് തോന്നും. ഇയാളെയാണ് നമ്മളായിട്ട്. കാര്യം അത്രയും വൃത്തിയായിട്ടാണ് അയാൾ സൂക്ഷിക്കുന്നത്. 2 വസ്ത്രം മാറി മാറി. അപ്പോൾ വസ്ത്രത്തിൻ്റെ എണ്ണത്തിലോ അതിൻ്റെ വിലയിലോ എന്നല്ല, അത് എത്ര മനോഹരമായി ധരിക്കുന്നു എന്നുള്ളതിനകത്ത്. അതാണ് ഇപ്പം നമ്മൾ അതാണ് വസ്ത്രത്തെക്കുറിച്ച് ഇതിനകത്ത് നല്ല വസ്ത്രധാരണം. ഇത് നമ്മുടെ മാനസികാവസ്ഥയെ നല്ലോണം ഇതെല്ലാം ചെയ്യുന്നത് ആനന്ദത്തെ വർദ്ധിപ്പിക്കാനാണ്. അപ്പോൾ ആനന്ദം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇത് നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ ഏറ്റവും നല്ല വില കൂടിയ പട്ടുസാരിയൊക്കെ അല്ലെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഇടും. എന്തിനാണ്? അപ്പോൾ ആളുകൾ എന്നെ കണ്ടൊന്ന് മതിപ്പ് വരണം. അങ്ങനെ ഒരു ആനന്ദം എനിക്ക് സ്വയം അനുഭവിക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ട് നമുക്ക് സദാ അനുഭവിച്ചുകൂടാ? വീട്ടിലിരിക്കുമ്പോൾ ആര് കാണാൻ എന്ന് പറഞ്ഞുകൊണ്ടല്ലല്ലോ വസ്ത്രം ധരിക്കുക. ആര് കാണാൻ? പിന്നെ വസ്ത്രമേ വേണ്ടെന്ന് വെച്ചാൽ പറ്റും. അപ്പം ആര് കാണാനെന്നുള്ള ഈശ്വരൻ കാണത്തില്ലേ അല്ലേ? മദ്രാസ് ആശ്രമത്തിൽ വെച്ച് രാമകൃഷ്ണൻ സ്വാമികൾ പ്രഭാഷണം നടത്തും. അപ്പോൾ ഒരിക്കൽ വേറൊരു സ്വാമി വന്നിങ്ങനെ നോക്കിയപ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. രാമകൃഷ്ണൻ സ്വാമി മാത്രമായിരുന്നു പ്രഭാഷണം, ഗംഭീര അപ്പോൾ രാമകൃഷ്ണൻ സ്വാമിയുടെ ഭാവം കണ്ട 1000 പേര് ഫ്രണ്ടിൽ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ വന്ന ആൾ ചോദിച്ചു, സ്വാമി ഇത് ആരോടാണ് ഈ സംസാരിക്കുന്നത്?
ഭഗവാനോട്. ഞാൻ ഭഗവാൻ കണ്ടിരിക്കുകയല്ലേ. ഇപ്പം ഭഗവാനെ സന്തോഷിപ്പിക്കാനല്ലേ ഞാൻ സംസാരിക്കുന്നത്. ഭഗവാനെ സന്തോഷിപ്പിക്കാനാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ കഥകളി കാണാൻ വന്നിട്ടുണ്ടോ? ആരെങ്കിലും? വരണം. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ഒരു ദിവസം വിളിച്ചു, കഥകളി കാണാൻ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ വരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ഓർക്കണം, നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് അറേഞ്ച് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും വലിയ കഥകളി, അതെ നിങ്ങൾക്ക് വേണ്ടി മാത്രം. അപ്പോൾ അയാൾ വിശ്വസിച്ചില്ല. അയാൾ വന്നു, ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെന്നപ്പോൾ ഞാനും ഉണ്ട് അയാളും ഉണ്ട്, കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അയാളിങ്ങനെ കുറേ നേരം കഴിഞ്ഞ് എന്നെ നോക്കുകയാണ്, എന്നെ കാണിക്കാൻ കഥകളി നടത്തുന്നു തോന്നുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു, അല്ല ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ നമ്മൾ മാത്രമേ കാണൂ, എന്നും ഇങ്ങനെയുള്ളൂ, ആരുമില്ല. കാര്യം അവിടെ കഥകളി കാണാനായിട്ട് ആരും വരാറില്ല അല്ലേ? സന്തോഷം അറിയാൽ ആരും വരാറില്ല. ചില ദിവസം ഞാനും ചില കഥകൾ കാണുമ്പോൾ വൈഫ് എന്നോട് പറയും, ഇന്ന് കിരാതോ ഒന്ന് കണ്ടേക്കാം, പോയേക്കാം എന്ന് പറഞ്ഞു. ഞാനും ഭാര്യ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല അവിടെ വന്നിരിക്കുക, ഒരു മനുഷ്യനില്ല. പക്ഷേ 9 മണിക്ക് ആട്ടവിളക്ക് തെളിയിക്കുന്നത് മുതൽ ചിട്ടയായിട്ട് വെളുപ്പിന് 5 മണിക്ക് നിർമാല്യ ദർശനം വരെ കളിച്ചിരിക്കണം. അല്ലാതെ ഈ 2 മണിക്കൂറിൻ്റെ ക്യാപ്സ്യൂൾ കളി അല്ലത്, മുഴുവൻ ഫുൾ നൈറ്റ് കളിച്ചിരിക്കണം. അതിന് യാതൊരു മാറ്റവും ഇല്ല. അതിന് ദിവസവും ആലോചിച്ച് കളിക്കണതിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. ഇപ്പം എല്ലാ ദിവസവും ഇവിടെ പ്രഭാഷണം വെച്ചിട്ട് എന്നോട് പറയണം, എന്താ വന്നിരിക്കുന്നത്, ഇവിടെ ആരുമില്ല, ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് എത്ര ദിവസം ഞാൻ ഇത് തുറക്കും എന്ന് അപ്പം ആലോചിച്ച് നോക്കണം. അപ്പോൾ ഹരിദാസ്, വെൺമണി ഹരിദാസ് മരിച്ചുപോയ കഥകളി സംഗീതം, എല്ലാ പ്രമുഖരും വരുന്നതാണ് കേട്ടോ അവിടെ. അപ്പോൾ വെൺമണി ഹരിദാസിനോട് ഞാൻ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്, നിങ്ങൾക്കൊരു തോന്നൽ വരണത്, കാര്യമുള്ളത് നിങ്ങൾക്ക് ഇതെങ്ങനെ തോന്നും? അപ്പോൾ ഇതിനകത്തൊരു തമാശയും കൂടെ ഞാൻ പറയാം. ഈ ദുര്യോധനവധം കളിയൊക്കെ വരുമ്പോൾ ഈ കുറേ ഈ ഭിക്ഷക്കാരെ പോലെ ചിലർ ഈ അമ്പലത്തിൽ ഉറങ്ങാൻ വന്ന് കിടക്കും. അപ്പോൾ അവനൊക്കെ വെളുപ്പിനെ അവിടെ കിടന്ന് ഉറങ്ങും. അപ്പോൾ ദുര്യോധനവധത്തിൻ്റെ പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ ദുര്യോധനവധം നടക്കുന്നത് രാവിലെയാണ്, ദുശാസനെ കൊല്ലുന്നത്. ഇപ്പോൾ ഭീമനും ദുശാസനും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന രാവിലെ ഒരു 3 മണി 4 മണി സമയത്താണ്. അപ്പോൾ ഈ ഭിക്ഷക്കാരായി കിടക്കണം അവിടെയൊക്കെ കിടന്ന് ഉറങ്ങുകയാണ്. ഈ ദുശാസന് ദേഷ്യം വന്നിട്ട് കളി കാണാൻ ആളില്ല, ഒറ്റ ചവിട്ടാണ് അവനായിട്ട്. അവ കളിയുടെ ഭാഗമായിട്ടാണ്, പക്ഷെ എല്ലാത്തിനും ചവിട്ടും. ഈ വേഷകല കൂട്ടത്തിലുണ്ട്, ഞാനുണ്ട് അതൊക്കെ ഉറക്കാം അവൻ്റെയൊക്കെ. ഞങ്ങളിവിടെ വേഷമൊക്കെ കെട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്. അപ്പോൾ ഞാൻ ഹരിദാസിനോട് ചോദിച്ച്, അല്ല എങ്ങനെയാണ് നിങ്ങളിത് ഉൾക്കൊള്ളുന്നത്? ഞങ്ങളവിടെ ആളുകളൊന്നും കാണാറേ ഇല്ല. ആളിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവിടെ ആദ്യം നടക്കുന്ന സംഭവം 9 മണിക്ക് 8:30 അത്താഴപൂജ കഴിഞ്ഞാലുടൻ ഭഗവാനെ തിരുമേനി എഴുന്നള്ളിച്ച്, ശരിക്കും ഒരാളെ എഴുന്നള്ളിക്കുന്ന അതേ ഭാവത്തോട് എഴുന്നള്ളിച്ച് കഥകളിയുടെ അവിടെ ഭഗവാൻ ഇരിക്കുന്നിടത്ത് കൊണ്ട് ഇരുത്തി വിളക്ക് കൊളുത്തി വെക്കുകയാണ്. ഭഗവാനാണ് അവിടെ ഇരിക്കുന്നത്. ഈ കളിക്കാർ മുഴുവൻ ഭഗവാനെ നോക്കിയാണ് കളിക്കുന്നത്. ചുട്ടി ഗോപിച്ചേട്ടൻ എന്നും പറഞ്ഞ് ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ചേട്ടനാണ് ഈ ചുട്ടി. ഏതാണ്ട് 4 ലക്ഷം 5 ലക്ഷം ചുട്ടി ഇതിനകം കുത്തിക്കഴിഞ്ഞു. അപ്പോൾ അത്രയും വേഷം ചുട്ടി കുത്തിയാളാണ്. അപ്പോൾ ചുട്ടി ഗോപിച്ചേട്ടൻ ഇപ്പോൾ 83 വയസ്സായി. ഗോപിച്ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാധാരണഗതിയിൽ ഈ ചുട്ടിക്കാരുടെ പണിയെന്ന് വെച്ചാൽ വേഷം കെട്ടിച്ച് കഴിഞ്ഞാൽ അയക്ക് വീട്ടിൽ പോവാം, പൈസയും മേടിച്ച് വീട്ടിൽ പോവാം. അപ്പോൾ ഈ വേഷക്കാരെ ഇങ്ങനെ കിടത്തി വേഷം കെട്ടിക്കുമല്ലോ. അപ്പോൾ എല്ലാ 7 8 വേഷം കാണും ആവറേജ്. അപ്പോൾ 7 8 വേഷത്തിന് ചുട്ടി കുത്തി കഴിഞ്ഞാൽ അപ്പോഴേക്കും 12 മണിയാകുമ്പോഴേക്കും ചുട്ടി കുത്തി കഴിയും. അപ്പോൾ ഇയാൾക്ക് വീട്ടിൽ പോവാം. പക്ഷെ ഗോപിച്ചേട്ടൻ ഞാൻ ഒരിക്കലും വീട്ടിൽ പോയിട്ടില്ല. കാര്യം ഭഗവാൻ അവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ വീട്ടിൽ പോകും? ഇതാണ് ഹരിദാസും പറഞ്ഞത്. തെറ്റിയോ മോശമായിട്ടോ അല്പം ഉഴപ്പിയോ ഒന്നും പാടാൻ അവിടെ സംഭവിക്കില്ല. പാടിപ്പോവും. ഭഗവാനാണ് നിറഞ്ഞിരുന്ന് കേൾക്കുന്നത്. ഇതാണ് രാമകൃഷ്ണൻ സ്വാമികളും പറഞ്ഞത്. കേൾക്കാൻ ഭഗവാനുണ്ട്. അപ്പം നമ്മുടെ ഏത് പ്രകടനമായാലും ഭഗവാനുണ്ട്. കായംകുളത്ത് സ്വാമി എന്നോട് ഒരിക്കൽ ഇതുപോലെ നമ്മുടെ വള്ളിക്കോട്ടെ പ്രഭാഷണ പരിപാടി പോലെ 3-ാം ഞായറാഴ്ച അവിടെ സത്സംഗമാണ് കായംകുളത്ത്. അപ്പോൾ സ്വാമി എന്നോട് പറഞ്ഞ എന്നാൽ അവിടെ ഒരു ദിവസം നമുക്ക് അവിടെയും പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞ് ശരി ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ ഒരാളേ ഉള്ളൂ. അപ്പോൾ സ്വാമി പറഞ്ഞു ഇത് ഒരാളേ ഉള്ളൂ, ഞാൻ മതി. അപ്പോൾ രാമകൃഷ്ണൻ സ്വാമിയുടെയാണ് മനസ്സിൽ കിടക്കുന്നത്, ഒരാൾ മതി. 2.5 മണിക്കൂർ അയാളെ ഇരുത്തി ഞാൻ സംസാരിച്ച്. അയാൾ അവശതയിലായി. കാരണം അയാൾ ഒറ്റയ്ക്ക്, ഞാനും അയാളും കൂടെ തമ്മിൽ. അയാൾ കുറേ കഴിയുമ്പോൾ അയാൾ ഇങ്ങനെ ആകുമ്പോൾ ഞാൻ കടുപ്പിച്ചു പറയും. അപ്പോൾ അയാളൊന്നും ഇങ്ങനെ പിന്നെ എനിക്ക് പിന്നെയും കുറേ കഴിയുമ്പോൾ അയാൾ ഒറ്റയ്ക്കല്ലോ, അയാൾ സഹിച്ച് അയക്കിതൊന്നും കേൾക്കണ്ട. ഞാൻ വിടൂല എന്ന് പറയും. ഞാൻ പറഞ്ഞു എനിക്ക് പറയാനും അറിയാവുന്ന കഥ മുഴുവൻ അവിടെ നിന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞ് ഞങ്ങൾ ഊണ് കഴിക്കാനായിട്ട്
ഡൈനിങ് ഹാളിലേക്ക് ചെന്ന് 10-30 പേര്. അപ്പം ഞാൻ സ്വാമി ചോദിച്ചു, അവരൊക്കെ വെളിയിരിപ്പുണ്ടായിരുന്നു. ഒരാൾ പോലും അതിനകത്ത് കയറി വന്നില്ല. ഒരാൾ കയറി വന്നില്ല. ഇത് തമാശ, നടന്ന സംഭവമാണിത്. ഇത് നടന്ന സംഭവമാണ്. അപ്പം ഇതാണ് ഇതെന്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഏതോ നല്ല കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് നല്ല വസ്ത്രധാരണം അല്ലേ, അത് പറഞ്ഞപ്പോഴാണ്. ഓക്കെ. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പുറത്തു പോകുന്ന കണ്ടിട്ടില്ലേ, വളരെ കൺസേൺ ആണ് വസ്ത്രത്തേക്ക്. ബട്ടൺസൊക്കെ ശരിയാണോ എന്നൊക്കെ മാസ്റ്റർ മഹാശയനോട് ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ വീട്ടിലേക്ക് ഈ ബട്ടൺസ് ഏണിയും ഭഗവാനെ ശ്രദ്ധിക്കില്ലല്ലോ, തിരിഞ്ഞു പറഞ്ഞു, അയ്യോ എൻ്റെ ബട്ടൺസ് ശരിയല്ല. അപ്പോൾ മാസ്റ്റർ മഹാശയൻ അത് കുഴപ്പമില്ല, അതൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് വിളിച്ച് നേരെ കയറ്റിക്കൊണ്ട് പോകുന്നു. നല്ല ചുമന്ന കരയുള്ള ഡ്രസ്സ്, മനോഹരമായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് ഭഗവാൻ നല്ല തോൽ ചെരുപ്പൊക്കെ ഇട്ട് വളരെ ശ്രദ്ധയാണ്. അതാണ് വളരെ ശ്രദ്ധയാണ്. ഫോട്ടോ എടുക്കാനായിട്ട് സുരേന്ദ്രമിത്ര കൊണ്ടുപോയപ്പം കോട്ടിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും വസ്ത്രധാരണത്തോട് വളരെയധികം ഇത് ആ ശരീരത്തെ അല്ല കാണുന്നത്, നമ്മൾ ആത്മാവിനെയാണ് പൊതിയുന്നത്. നല്ല വസ്ത്രം നമ്മൾ പൊതിയുമ്പോൾ നമ്മൾ ശാരദാദേവിക്ക് സാരി സമർപ്പിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ. ശാരദാദേവിക്ക് വേണ്ടി സാരി സമർപ്പിക്കും എന്നും പറഞ്ഞു. അത് ഈ നമ്മൾ സാരി വാങ്ങുന്നത് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ആത്മസ്വരൂപത്തെ ധരിപ്പിക്കാനാണ്. ഇപ്പം മോശം വില, ഇതിനകത്ത് ഒരിക്കലും വില എടുക്കരുത്. 20,000 അല്ലെങ്കിൽ 5 ലക്ഷത്തിൻ്റെ സാരിയുടെ കാര്യമല്ല പറഞ്ഞു. ഏറ്റവും വൃത്തിയും മനോഹരവുമായ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത വസ്ത്രം നമ്മുടെ ശരീരത്തിൽ തൊടിയിക്കരുത്. നമ്മുടെ മനസ്സിന് ഈ വസ്ത്രം, ഈ ഷർട്ട് എനിക്ക് ഇഷ്ടമല്ല എന്ന് തോന്നിയാൽ അത് ഞാനല്ല പറയുന്നത്, എൻ്റെ ഉള്ളിലുള്ള ഈശ്വരീയാംശം പറയണം ഇതെനിക്ക് ഇഷ്ടമല്ല എന്ന്. എന്നിട്ട് നമ്മൾ എടുത്തിട്ട് കളയും. അതോടുകൂടി നമ്മൾ മൂഡ് ഔട്ടാവും, നമ്മുടെ ആനന്ദം നഷ്ടപ്പെടും. അപ്പം അതാണ് അതിനകത്ത് വരുന്ന ഒരു ഘടകം. പിന്നെ വരുന്ന ഒന്ന് ക്ഷേത്ര ദർശനം. ഭഗവാൻ ഇത് ഈ മറ്റ് ക്ഷേത്രങ്ങൾ, ഈ പുരി പോകുന്നതിന്, വൃന്ദാവനത്തിൽ പോകുന്നതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് സ്ഥിരമായിട്ട് ക്ഷേത്ര ദർശനത്തെക്കുറിച്ച് പറയുമ്പം ഭഗവാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ ക്ഷേത്ര ദർശനത്തിൻ്റെ രീതി അറിയാം. നമ്മുടെ ക്ഷേത്ര ദർശനം എന്ന് പറയുമ്പം നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്നത് ആ ക്ഷേത്രത്തിലെ ഡയറ്റിയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്, ആണല്ലോ. ശബരിമല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഇരിക്കുന്ന അയ്യപ്പ വിഗ്രഹം ആദ്യമേ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കയറി. പിന്നെ ഒരു ആക്രാന്ത കലാപരിപാടിയാണ്, ഇടിച്ച് തള്ളി വാടിച്ച് അങ്ങോട്ട് തള്ളി, അവനെയും ചീത്ത വിളിച്ച് ഇവനെയും ചീത്ത വിളിച്ച്, അതിനിടയ്ക്ക് വേണ്ടാത്ത കുഴപ്പങ്ങളെല്ലാം കാണിച്ച് അവിടെ കിടന്ന് ഇതെല്ലാം കഴിഞ്ഞ് അവിടെ ചെല്ലുക വയ്യ, അതിനെ കാണാൻ വയ്യ, കാരണം ക്ഷീണിച്ച് അവശതയായി, എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്നായി. ഇതല്ലേ ക്ഷേത്ര ദർശനം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് ആനന്ദമല്ലല്ലോ ഉണ്ട്. അഫ്കോഴ്സ് ആ പ്രത്യേക നിമിഷത്തിലുണ്ടാകുന്ന ദർശനം ആനന്ദം തന്നെയാണ്. പക്ഷെ അതിനു മുമ്പും ശേഷവും സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് അടുത്ത സെക്കൻഡിൽ നമുക്ക് സ്ഥലം വിടാനാണ് തോന്നുന്നത്. അവിടെ നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നില്ല നമ്മുടെ മനസ്സ്. അതെന്താ കാര്യം? അങ്ങനെ ഒരു ആനന്ദം അവിടെ നമ്മൾ ആ ക്ഷേത്രത്തിൽ നിന്ന് അനുഭവിച്ചെങ്കിൽ, ഇപ്പം ഗുരുവായൂർ എന്ന് കൃഷ്ണനെ കണ്ടു, ഇനി ഞാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നത്, അടുത്ത വണ്ടി പിടിക്കുകയാണ് അല്ലേ, അടുത്ത വണ്ടി പിടിക്കാൻ നോക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി. ഗുരുവായൂരപ്പനും വേണ്ട, ഒരപ്പനും വേണ്ട, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി. അപ്പോൾ അത് ആനന്ദമല്ല. അപ്പോൾ നമ്മുടെ പ്രോസസ്സിൽ എന്തോ കുഴപ്പം വന്നതാണ്. ഈശ്വരനിലേക്ക് സമീപനത്തിൻ്റെ പ്രോസസ്സിൽ നമുക്ക് എന്തോ കുഴപ്പം, അത് കറക്റ്റ് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ക്ഷേത്ര ദർശനം എന്ന് പറയുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ആനന്ദിപ്പിക്കുന്ന ഘടകം, നമ്മുടെ തിരുവല്ല ആശ്രമത്തിൽ നേരത്തെ വളരെ മുമ്പ്, 10 വർഷം മുമ്പ് കൊല്ലത്തുനിന്നൊരു ആചാര്യൻ വന്നൊരു ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ അന്ന് ക്ലാസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഇപ്പോഴും ഞാൻ അത് വളരെ ശരിയാണ് എന്നുള്ളത്, അദ്ദേഹം ഇത് തന്നെ, ഈ നമ്മൾ ആനന്ദസ്വരൂപമാണ് നമ്മുടെ ഉള്ളത്. ഈ ആനന്ദത്തിൻ്റെ ഒരു പ്രത്യേകത വളരെ സ്ലോയാണ്. ആനന്ദം ഒരിക്കലും ഈ ഹൈ സ്പീഡിൽ പോകുന്നൊരു സാധനമല്ല, വളരെ സ്ലോയാണ് ആനന്ദം. അത് വരുന്നത് തന്നെ വളരെ സ്ലോയിലാണ്. പിന്നെ പോകാൻ ഒരുപാട് സമയമെടുക്കും. ആ ആനന്ദം ഇങ്ങനെ നിലനിൽക്കും. നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ ആ അനുഭൂതി നിലനിൽക്കാൻ ചിലപ്പോൾ ദിവസങ്ങളോളം എടുക്കും. ആ അനുഭൂതി, നല്ലൊരു കച്ചേരി, നല്ലൊരു ആനന്ദത്തിൻ്റെ രീതി വളരെ സ്ലോയാണ്. അപ്പോൾ അദ്ദേഹം അന്ന് പ്രാക്ടീസ് ചെയ്യിച്ചത്, നമ്മൾ ഏറ്റവും ചെറിയ സ്റ്റെപ്പ് ഉപയോഗിച്ച് വേണം നടക്കാൻ.
ഏറ്റവും ചെറിയ സ്റ്റെപ്പ്. ഇപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ അടി വെച്ച് പോകുന്ന കണ്ടിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു കാല് വെച്ച് അതിൻ്റെ അപ്പുറത്ത് വെച്ച് ഇങ്ങനെ ആനന്ദത്തിൻ്റെ ഏറ്റവും പരമമായ ഒരു മൂർധന്യാവസ്ഥയാണ് ആ സ്റ്റെപ്പ്. ഏറ്റവും ഷോർട്ടസ്റ്റ് സ്റ്റെപ്പ് ആണ് ഏറ്റവും മനസ്സിന് നൽകുന്ന ആനന്ദം, ഏറ്റവും സ്ലോയിൽ. അത് നമ്മൾ വീട്ടിലായാലും എവിടെയായാലും ആ സ്ലോ മോഷനിലാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ ഈ ആനന്ദം നിലനിൽക്കുമെന്നാണ്. സത്യമാണത്. കാര്യം നമ്മുടെ ശരീരത്തെ അത് ആരോഗ്യപ്പെടുത്തും. നമ്മൾ ഈ ആവേശപൂർവ്വം നടക്കുന്ന, വളരെ സ്പീഡിൽ നടക്കുക, ഇതൊന്നും നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്നില്ല. ശരീരത്തിൻ്റെ സ്ഥായിയായ ആനന്ദഭാവം അത് മസിലല്ല ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇവിടുത്തെ 6 പാക്ക് വരണ കാര്യമല്ല. അതിന് ഈ പരിപാടി പറ്റൂല. അത് പിന്നെ കുറേ കഴിയുമ്പോൾ തൂങ്ങി അത് നമുക്ക് തന്നെ ഭാരമായിട്ട് വരും. അപ്പോൾ ഇത് ആനന്ദം ഒരിക്കലും മരണം വരെയും നമുക്ക് നഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ നമ്മുടെ ഈ വെടിയുന്നത് വരെയും ആനന്ദം സ്ഥായിയായി നിലനിൽക്കും. അപ്പോൾ ഏറ്റവും സ്ലോ മോഷനാണ് ഏറ്റവും ആനന്ദകരം. അതിലേറ്റവും അത് നമ്മൾ ഒബ്സർവ് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു കാര്യം ഒരു പൂ വിടരുന്നതാണ്. എത്ര സമയമെടുത്തിട്ടാണ് ഒരു പൂ വിടരുന്നത്, അത്രയും മനോഹാരിത വേറെ എന്തെങ്കിലും ഒരു വസ്തുവിനുണ്ട്. അത്രയ്ക്ക് അത് ഏറ്റവും പ്രപഞ്ചത്തിൽ ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു പൂ വിടരുന്നത് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഒരു കാഴ്ചയില്ല. കാരണം അതാണ് ഏറ്റവും സ്ലോവസ്റ്റ് മോഷനായിട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ മൂവ്മെൻറ്റിന്, നമ്മുടെ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റിന് ഏറ്റവും സ്ലോയിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കാറ് വാഹനമൊക്കെ ഓടിക്കുമ്പോൾ 40 കിലോമീറ്ററിന് താഴെ ഓടിക്കണമെന്ന് പറയണതിൻ്റെ ഒരു കാരണം അതാണ്. കാര്യം സ്ലോയിലാണെങ്കിൽ നമ്മുടെ ആ സെൻസ് വർക്ക് ചെയ്യുള്ളൂ, ഹൈ സ്പീഡിൽ ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ നടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും വായിക്കുമ്പോഴും എഴുതുമ്പോഴും സംസാരിക്കുമ്പോഴും ഉൾപ്പെടെ, ഇപ്പം ഞാനീ സംസാരിക്കുന്ന മോശം രീതിയിലാണ്. കാര്യം അത് എൻ്റെ ഇത് പിന്നെ ഇവിടെ ഇങ്ങനെ ഇത് പറയുമ്പോൾ ആവേശം കൊണ്ട് ഞാൻ പറഞ്ഞു പോകും, എൻ്റെ ക്ഷീണം പിന്നെ ഇനി അറിയാനേ പറ്റും. പക്ഷെ അത് വളരെ സ്ലോ മട്ടിൽ സ്വാമി സംസാരിച്ചപ്പോൾ എത്ര സ്മൂത്തായിട്ടാണ് സംസാരിച്ചത്. അപ്പം ഞാൻ ഈ ലൗകികനായതുകൊണ്ടാണ് ഈ പ്രശ്നം. സ്വാമിയിൽ ആനന്ദം നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് വളരെ സ്ലോയിൽ വളരെ മൈൽഡായിട്ട് സംസാരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൗകികനായതുകൊണ്ട് ആവേശപൂർവ്വമാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ സ്ലോ എന്ന് പറയുന്നതാണ്, സ്ലോ മോഷനാണ് ഏത് കാര്യത്തിലും. ഭക്ഷണം ഏറ്റവും സ്ലോയിൽ ഭക്ഷണം കഴിക്കുക, ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ സംസാരിക്കുക, ഈ സ്ലോ മോഷൻ ആനന്ദത്തെ നിലനിർത്താൻ നമ്മുടെ ശരീരത്തെ സഹായിക്കും എന്നാണ് പറയുന്നത്. പിന്നൊന്ന് അവസാനമായിട്ട് ഭഗവാൻ പറയുന്നത് നല്ല ഉറക്കം. അതൊരു വലിയ കഷ്ടപ്പാടാണ് ജീവിതത്തിൽ ആർക്ക്, അല്ലേ? നല്ല ഉറക്കം. എത്ര പേര് ഭാഗ്യവാന്മാരാണ് നല്ല ഉറക്കം കിട്ടുക എന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ആളുകളോട് സംസാരിക്കുമ്പോഴും കേട്ടിട്ടുള്ളത് ഉറക്കത്തിൻ്റെ കാര്യത്തിലാണ്. ഒരു നല്ല ശതമാനം ആളുകൾ രാത്രി ഇടയ്ക്കെങ്ങാനും ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരില്ല. അനുഭവമുള്ള എത്രയോ പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. നല്ല ഉറക്കം നമുക്ക് ലഭിക്കുന്നില്ല. ശ്രീരാമകൃഷ്ണദേവൻ സാധാരണ ഉറങ്ങാറില്ല. പക്ഷേ ശ്രീരാമകൃഷ്ണദേവൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വൈകിട്ട് അവിടെ തങ്ങുന്നവരുണ്ടെങ്കിൽ അവരെ എല്ലാം വിരിച്ച് കിടത്തി നരേന്ദ്രൻ്റെ അടുത്ത് വന്നിരിക്കും. അടുത്തിരുന്ന് ഭഗവാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവരെ ഇങ്ങനെ ഉറക്കുന്ന ഒരു ശീലം നമ്മൾ വചനാമൃതത്തിൽ വായിക്കുമ്പോൾ ഒരുപാട് പല ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇവരോട് സംസാരിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇവരെല്ലാം പിടിച്ചന്ന് അവിടെ കിടത്തി വിരിച്ച് ഉറക്കുന്നതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. നല്ലോണം ഉറക്കും. ആധാർലാൽ സെൻ എത്ര തിരക്ക് പിടിച്ച ഒരു വ്യക്തിയായിരുന്നു. ആകെ ഭഗവാനെ കണ്ട് 3 വർഷമേ ജീവിച്ചുള്ളൂ. 33 വയസ്സായപ്പോഴേക്കും ജീവൻ വെടിഞ്ഞുപോയി, വളരെ യങ് സ്റ്റേജിൽ. ആധാർലാൽ സെൻ അവിടെ ഏറ്റവും ഉയർന്ന ചെറുപ്പത്തിലേ തന്നെ അവിടെ കൽക്കട്ട കോടതിയിൽ വലിയ കമ്മീഷണർ ആ ലെവലിൽ വരുന്ന വലിയ ഉദ്യോഗസ്ഥത്തിൽ വന്ന ആളാണ്. പിന്നെ യൂണിവേഴ്സിറ്റി തലത്തിൽ വലിയ ഉദ്യോഗം കിട്ടിയതാണ്. അപ്പോൾ ആധാർലാൽ സെന്നിന് അന്ന് 700 രൂപയായിരുന്നു. 700 എന്നൊക്കെ അന്ന് പറഞ്ഞാൽ വലിയ ശമ്പളമാണ്. 700 രൂപയായിരുന്നു ആധാർലാൽ സെന്നിന് ശമ്പളം. അപ്പോൾ ഈ ആധാർലാൽ സെന്നിന് പിന്നീട് ശമ്പള വർധനയ്ക്ക് വേറൊരു പോസ്റ്റ് കിട്ടാനുള്ള സാധ്യത വന്നു. ആ പോസ്റ്റിൽ കയറിയാൽ 2000 രൂപ ശമ്പളം കിട്ടും. അപ്പോൾ നമുക്ക് 700 നിന്ന് 2000 എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ ലക്ഷങ്ങൾക്ക് മുകളിൽ കോടികൾക്ക് മുകളിൽ വരുന്ന എമൗണ്ടാണ്. 2000 രൂപ കിട്ടും. അപ്പോൾ ഭഗവാനോട് റെക്കമെൻഡ് ചെയ്യുന്ന ആളാരാണ്? ഈ ആധാർലാൽ സെന്നിന് 2000 രൂപയുടെ പോസ്റ്റ് ജോലി കിട്ടാൻ വേണ്ടി അതിന് വേണ്ടപ്പെട്ട ആളുകളെ ഭഗവാൻ അറിയാം. അവരോടൊന്ന് റെക്കമെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ഭഗവാനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഹസ്രയാണ്. ഹസ്ര മഹാജൻ, നേരത്തെ സ്വാമി ഹസ്രയുടെ ഉദ്ദേശം എന്താണ്?
ഇയാൾക്ക് ഈ 2000 കിട്ടിയിട്ട് വേണം അധികം മേടിക്കാൻ. കാര്യം 2000 രൂപയുടെ കടം ഹസ്രയ്ക്കുണ്ട്, അത് വീട്ടാനാണ് ഹസ്ര ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെ കണക്റ്റഡ് ആണെന്ന് ആലോചിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞ് അവൻ ആ ജോലി വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ എടുക്കണ്ടെന്ന്, ആ ജോലി എടുക്കണ്ട. കാര്യം ഭഗവാൻ അറിയാം ഇനി 2 വർഷം കൂടെ ഉള്ളൂ. 33 വയസ്സാകുമ്പോഴേക്കും ആധാർലാൽ സെൻ മരിക്കുകയാണ്. ഈ ആധാർലാൽ സെൻ്റെ ഒരു പ്രത്യേകത, ഈ പകലത്തെ ജോലി മുഴുവൻ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുളി കഴിഞ്ഞാൽ അപ്പം തന്നെ ദക്ഷിണേശ്വരത്ത് പോയി വന്ന വരാന്തേക്കര ഒരൊറ്റ ഉറക്കമാണ്. അവിടെ കിടന്നുറങ്ങണം. ആ ഉറക്കത്തിൻ്റെ ആ സുഖം ആധാർലാൽ സെൻ ജീവിതത്തിൽ അനുഭവിക്കുന്നത് ഭഗവാന്റെ അടുത്ത് വന്ന് കിടക്കുമ്പോഴാണ്. വെളുപ്പിന് എപ്പോഴും എനിക്ക് പൊക്കോളും, നേരെ ജോലി. ഇത്രയേ ഉള്ളൂ പണി പുള്ളിക്ക്. ഈ വജ്രാമൃതത്തിലൊക്കെ ഒരിടത്ത് പോലും ആധാർലാൽ സെൻ വലിയ സംഭാഷണമോ ഗാനമോ ഒന്നുമില്ല. ആകെ ആധാർലാൽ സെൻ്റെ ജീവിതത്തിൽ ഭഗവാനുമായിട്ട് 3 വർഷത്തെ പരിചയമേ ഉള്ളൂ. ഈ 3 വർഷവും ഈ ദക്ഷിണേശ്വരത്ത് രാത്രി വരാന്തേ കിടന്ന് ഉറങ്ങിയിട്ടുള്ള പരിപാടിയല്ലാതെ വേറൊരു പരിപാടിയില്ല. ആ ഉറക്കം ആധാർലാൽ സെന്നെ അത്രമേൽ ആനന്ദിപ്പിച്ചു. അപ്പോൾ ഈ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ നല്ല ഉറക്കം നമുക്ക് ഏറ്റവും ആനന്ദം തരുന്നതാണ്. അപ്പോൾ ഈ ആനന്ദം തരുന്ന ഈ 7 ഘടകങ്ങളാണ് പറയുന്നത്. ഈ 7 ഘടകങ്ങൾ ആണ് നമ്മുടെ ആനന്ദം കളയുന്നത്. നല്ല ഉറക്കം കിട്ടാതിരിക്കൽ, നല്ല ഭക്ഷണം കിട്ടാതിരിക്കൽ, അല്ലെങ്കിൽ ഭക്ഷണത്തോട് തൃപ്തിയില്ലാതിരിക്കൽ, ഇങ്ങനെ പറഞ്ഞ 7 ഘടകങ്ങൾ. നല്ല സത്സംഗം കിട്ടാതിരിക്കൽ, ഈ നല്ല യാത്രകൾ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഈ നേരത്തെ സ്വാമി പറഞ്ഞ പോലെ വിജനത്തിലേക്ക് പോകാൻ പറ്റാതിരിക്കൽ. അപ്പോൾ ഇത്തരം ഈ പറഞ്ഞ ഘടകങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈസിയായിട്ടും ചിലവ് കുറഞ്ഞ് അനുഭവിക്കുന്ന കാര്യമാണ്. ഏറ്റവും ചിലവ് കുറഞ്ഞ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ 7 ഘടകങ്ങളിൽ പറഞ്ഞത് ജീവിതത്തിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ കാര്യമാണ്. ഇത്രയും കാര്യം അനുഷ്ഠിക്കാൻ ഒരാൾക്ക് ഇന്നത്തെ കണക്കിൽ ഒരു 5000 രൂപ 10000 രൂപ മതി. അനാമത്തെ രോഗം വന്നില്ലെങ്കിൽ, രോഗം വരില്ല. ഈ അവസ്ഥയുള്ള ആൾക്ക് രോഗം വരില്ല. നമ്മളേറ്റവും കൂടുതൽ പണം മുടക്കുന്നത് രോഗാവസ്ഥയിലേക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ ആർഭാടങ്ങളുടെ പേരിലുള്ള കടബാധ്യതകളിലേക്കാണ്. അപ്പോൾ ഈ 7 ഘടകങ്ങളിലൂടെ 12:30 ആയല്ലേ, സോറി. പറഞ്ഞു. അപ്പോൾ അല്ല, സന്തോഷിൻ്റെ ഏറ്റവും മനോഹരമായ സംഭാഷണം കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ആനന്ദ മന്ദിരത്തിൽ നമുക്ക് ജീവിക്കാനുള്ള ഘടകങ്ങൾ. ഒരു ഗൃഹസ്ഥാശ്രമി എന്നുള്ള നിലയിൽ നമ്മുടെ ഘടകങ്ങളാണ്. ഇതെത്രമാത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും നമ്മുടെ ആനന്ദം സ്ഥായിയായിരിക്കുന്നു. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ജനനീം ശാരദാം ദേവീം രാമകൃഷ്ണം ജഗദ്ഗുരും പാദപത്മേ തയോ ശ്രുത്വാ പ്രണമാമി മുഹുർമുഹു. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത്സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ഓം ഗും ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. എന്നോട് ഭാഗവതം, സ്വാമിക്ക് നമസ്കാരം. ഭാഗവതം മൂലത്തെക്കുറിച്ച് പറയാനാണ് പറഞ്ഞത്. മൂലത്തെക്കുറിച്ച് പറയണം എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയണം എന്നൊന്നുമില്ല. അപ്പം ചെറുതായിട്ട് നമുക്ക് അപ്പം പറയുമ്പം എനിക്കിവിടെ അത് പഠിക്കാൻ പറ്റും. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി സ്വീകൃതോ അസിമയാനാഥ മുക്തി അർത്ഥം ഭവസാഗരം. അപ്പം ഈ ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ പ്രത്യക്ഷ കൃഷ്ണ സ്വരൂപമാണ്. അപ്പം പറയാറുണ്ട് 4 കാര്യങ്ങൾ വെറും നിലത്ത് വെക്കത്തില്ല. ഗ്രന്ഥം, നിലവിളക്ക്, അടിക്കുന്ന മണി, ശംഖ്. ഇത് 4ഉം ലക്ഷ്മീകരങ്ങളാകയാൽ ഇത് 4ഉം വെറും നിലത്ത് വെക്കരുത്. ഒരു ദർഭപ്പുല്ലെങ്കിലും വെച്ചിട്ട് അതൊരു മീഡിയേറ്ററായിട്ട് വെച്ചിട്ട് വേണം ഇത് വെക്കാനെന്ന സങ്കല്പം. അപ്പം ഈ ശ്രീമദ് ഭാഗവതം ഈ ഭഗവാന്റെ പ്രത്യക്ഷ കൃഷ്ണ സ്വരൂപമാണ്. ഭഗവാൻ എന്നാണോ സ്വർഗാരോഹണം ചെയ്തത് അന്ന് മുതൽ ഈ ഭൂമിയിൽ കലി ബാധിച്ചു. അപ്പം ഭഗവാൻ തൻ്റെ ആ മുഴുവൻ സ്വരൂപത്തെയും ശ്രീമദ് ഭാഗവതത്തിലോട്ട് സന്നിവേശിപ്പിച്ചു എന്നാണ് ആചാര്യന്മാരെ അനുസ്മരിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഭാഗവതം, ഈ നമ്മൾ ഭാഗവതം വായിക്കുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, ശ്രീമദ് ഭാഗവത സപ്താഹം മൂലം വായിക്കുന്നതിന് മുമ്പ് തലേ ദിവസം വൈകിട്ട് ഒരു ആചാര്യ വരണം എന്നൊക്കെ പറഞ്ഞൊരു സംഭവം നടത്താറുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതറിയാമോന്ന് അറിയത്തില്ല. അപ്പം ഈ ആചാര്യനായിട്ട് ഒരാളെ വരിക്കുകയാണ് ചെയ്യുന്നത്. വരിച്ച് നമ്മൾ വക്താവും ശ്രോതാവും വേണം.
അപ്പം ആ നിലയിലുള്ളവരിത് കേൾക്കുമ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്. അപ്പം നമ്മൾ ഭാഗവതമൊക്കെ വായിക്കുമ്പം ഭഗവാൻ കല്യാണം കഴിച്ചു, ഭഗവാൻ ജനിച്ചു, ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തു, ഭഗവാന് 16,100 വിവാഹങ്ങൾ നടത്തി, ഗോവർദ്ധനോദ്ധാരണം നടത്തി, ഗോപികുമാരുടെ വസ്ത്രമൊക്കെ കൊണ്ടുപോയി. ഇതൊക്കെ നമ്മൾ ഈ വ്യവഹാര ഭാഷയിലല്ല മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ ഭാഗവതം സമാധി ഭാഷയിൽ വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ അതിന് മുമ്പായിട്ട് ഈ ഭാഗവതം എന്തിനാണ്, ആര് കേൾക്കണം, ആര് വേണം ഇത് ശ്രവിക്കാൻ, ഇത് ശ്രവിച്ചാലുള്ള ഫലം എന്താണ്, ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഭാഗവതം തലേ ദിവസം ഈ ഭാഗവത മാഹാത്മ്യം പറയുന്നത്. ഈ മാഹാത്മ്യം പറയുമ്പം നമുക്ക് അതിനോടുള്ള ആ വസ്തുവിനോട് ഒരു രതി ഉണ്ടാകും. നമ്മൾ എന്തിനെക്കുറിച്ചാണോ അറിയേണ്ടത് ആ കാര്യത്തെക്കുറിച്ച് അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നേരത്തെ പറയുമ്പം നമുക്കതിനോടൊരു താല്പര്യം വരും ഇല്ലേ. അപ്പം നമുക്ക് ചുമ്മാതെ എന്തുവാന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാതെ ഇതിനകത്തെല്ലാം ശ്രദ്ധയാണ് പറയുന്നത്. അപ്പം ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് ഭഗവാൻ തന്നെ പറയുന്നു. അപ്പോൾ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. അപ്പം വക്താവും ശ്രോതാവും ഒരുപോലെ ഇരുന്നാലേ ഇതിൻ്റെ ആ പൂർണ്ണമായിട്ടുള്ള ഫലം നമുക്ക് കേൾക്കത്തുള്ളൂ. അപ്പം അതിനകത്ത് ഭാഗവതത്തിൽ ഈ മാഹാത്മ്യത്തിനകത്ത് 6 അധ്യായങ്ങളാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യങ്ങൾ കിടക്കുന്നത് പത്മപുരാണത്തിലാണ്. അപ്പം പത്മപുരാണത്തിലെ 6 അധ്യായങ്ങളാണ് ശ്രീമദ് ഭാഗവതത്തിലെ മാഹാത്മ്യമായിട്ട് ഈ പ്രത്യേകിച്ചും ഗുരുവായൂർ ദേവസ്വം ഉൾപ്പെടെയുള്ള എല്ലായിടവും പ്രസിദ്ധീകരിക്കാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ ഈ ഭാഗവത മാഹാത്മ്യത്തിൽ 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ആരാണ് ഈ ഭാഗവതം കേൾക്കുന്നത്, ആരാ കേൾക്കുന്നത്. ഏതസ്മാദപരം കിഞ്ചിൻ മനഃശുദ്ധേന വിദ്യതേ ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. എത്രയോ ജന്മങ്ങളുടെ പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഒരുവർക്ക് ഈ ഭാഗവതം ശ്രദ്ധയോട് കേൾക്കാൻ പറ്റുന്നത്. അപ്പം നമ്മളിപ്പം നിങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ, ഇത്രയും പേര് തന്നെയല്ല ആചാര്യ ഈ സ്വാമിമാരുടെ കൂടുതലൊക്കെ സപ്താഹങ്ങൾക്ക് പോകുമ്പം മാതാജിയൊക്കെ പറയാറുണ്ട്, ചിലപ്പം എല്ലായിടവും സപ്താഹത്തിന് 10ഉം 100ഉം കസേരകൾ ഇങ്ങനെ കാലിയായിട്ട് ഇടാറുണ്ട്. അപ്പം ഞാൻ പോകുന്ന പാലക്കാട്ടെ ജ്ഞാനാനന്ദാശ്രമത്തിലെ ഒരു സ്വാമിനി പറയാറുണ്ട്, സന്തോഷം ആ കസേരകളെല്ലാം അപ്പം മാതാജി പ്രഭാഷണത്തിലും പറയും, എന്നോട് ഗുരുനാഥന്മാർ പറഞ്ഞിട്ടുണ്ട് ഇത് 30 കോടി ദേവന്മാരും ഈ ഭാഗവതം കേൾക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ദേശത്തിലെ ആൾക്കാർക്കൊക്കെ ഇത് ആയതുകൊണ്ട് നിങ്ങളാരും വരുന്നില്ല, പക്ഷേ ഇവിടെ 30 കോടി ദേവന്മാരും സന്നിഹിതരാണ്. അതൊക്കെ കേൾക്കുമ്പോഴെങ്കിലും കുറച്ച് പേര് വരും. അപ്പം നമ്മൾ ഇതെത്രയോ നാളുടെ നമ്മുടെ ആ വാസനകൾ ക്ഷയിക്കുന്നവർക്കാണ് ഇത് കേൾക്കാൻ അർഹത, അധികാരി അവരാണ്. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത്രയും ജന്മങ്ങളുടെ ആ ശുദ്ധി ലഭിച്ചവർക്കാണ് ഭഗവാന്റെ ഈ കഥകൾ കേൾക്കാൻ അവസരം കിട്ടുന്നത്. അപ്പം പിന്നെ ഈ നമ്മൾ ശ്രദ്ധയോട് കേൾക്കുന്നവർക്ക് ഇതിൻ്റെ ഫലം കിട്ടത്തുള്ളൂ. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഭഗവാൻ പറയാറുണ്ട്, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ച്. നമ്മുടെ ആ സറണ്ടറിങ് ആണ്, നിഷ്കാമഭാവമാണ്. അല്ല നമ്മുടെ ഇതെല്ലാം ഭഗവാൻ തന്നെ നമുക്ക് തരുന്ന അനുഗ്രഹാദികളാണ്. ഇത് അനുഗ്രഹം നമ്മൾ അനുഭവിക്കുന്നതിനും ഈ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ശരിക്കിരുന്നാലേ നമുക്കത് അനുഭവിക്കാൻ പറ്റും അല്ലേ. നിങ്ങളിപ്പോൾ ഈ കേൾക്കാനിരിക്കുന്നവർക്കൊക്കെ ആ ശരീരത്തിന് വലിയ കുഴപ്പമില്ലാത്തത് കൊണ്ടല്ലേ നമുക്കിത് കേൾക്കാൻ പറ്റുന്നത്. നേരെ മറിച്ച് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു അസുഖങ്ങളോ വേദനയോ ഉണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ മൊത്തം എവിടെയായിരിക്കും, ആ വേദന എവിടെയാണോ അവിടോട്ട് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. പക്ഷേ നമ്മുടെ ഒത്തിരി ജന്മങ്ങളുടെ വാസനകൾ ക്ഷയിച്ചതിൻ്റെ ഒരു ഫലമായിട്ട് നമുക്ക് ഇവിടുന്ന് സുഖമായിട്ട് സ്ഥിരം സുഖമാസനം, അപ്പോൾ അങ്ങനെയുള്ളിടത്തിരുന്ന് ഇത് ഭഗവാന്റെ, പ്രത്യേകിച്ചും ഭഗവാന്റെ ആ പ്രസൻസ് ഉള്ളത്, ഇപ്പോൾ സ്വാമിജിയുടെയും കൂടെ ഇത്രയും നാളത്തെ സാധനയുള്ള സ്വാമിയുടെയും കൂടെ അനുഗ്രഹമുള്ള സ്ഥലത്തിരുന്ന് ഇത് കേൾക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ മുൻജന്മത്തെ വാസനകൾ ക്ഷയിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്കിത് കേൾക്കാൻ പറ്റുന്നത്. അപ്പം അതിനാൽ തന്നെ ശ്രോതാക്കൾ, അപ്പം കേൾക്കുന്നവർ ശുദ്ധിയും ഏകാഗ്രതയും കൂടി ഇരുന്നാലേ നമുക്ക് ഈ ഭാഗവതത്തിൻ്റെ ആ മാഹാത്മ്യത്തിൻ്റെ ശ്രവണം കൊണ്ടാണ് നമുക്കിത് കേൾക്കാൻ ആഗ്രഹം വരുന്നത്. അപ്പം നിങ്ങൾക്കത് കേൾക്കാനായിട്ടുള്ള ഒരവസരമാണ്. നിങ്ങളുടെ ആ വാസനകൾ ക്ഷയിക്കുന്നത് കൊണ്ടാണ് നമുക്കിത് കേൾക്കാൻ പറ്റുന്നത്. പിന്നെയോ ഇതിനകത്ത് ഈ ഭാഗവതം, ഈ ഭാഗവതം തുടങ്ങിയില്ല, ആ മാഹാത്മ്യത്തിനകത്ത് 6 അധ്യായങ്ങൾ പറയുന്നതിന് മുമ്പ് പറയുന്നുണ്ട് ഇതാര് കേൾക്കണം, ആര് ജപിക്കണം എന്ന് പറയുന്നുണ്ട്. തൃണാദവി സുനീചേന തരൂരവി സഹിഷ്ണുന
അമാനിന മാനദേന കീർത്തനീയ സദാഹരി, പുല്ലിലും എളിയവൻ. അപ്പം ഞാനെന്ന ഭാവം കളയുന്നവൻ. അപ്പം പുല്ലിന് ഏറ്റവും ചെറുതാണ്. അപ്പം പുല്ലിനേക്കാളും എളിയവനും മരത്തേക്കാൾ സഹനശക്തി ഉള്ളവനും തനിക്ക് വേണ്ടി മാനം തേടാത്തവനും മറ്റൊരാൾക്ക് മാനം കൊടുക്കുന്നവനും. അപ്പം എല്ലാവർക്കും അങ്ങനെയുള്ള ഒരുത്തൻ വേണം ഇത് കേൾക്കാൻ. ഒരുത്തൻ എന്ന് നമ്മൾ പറയുമ്പം ഭേദം ഭഗവാനില്ല. അപ്പോൾ സ്ത്രീ എന്നോ പുരുഷനെന്നോ ഒന്നുമില്ല. ഈ ജന്മമുള്ളവരെല്ലാവരും തന്നെ നമ്മൾ ജന്തൂനാം എന്നാണ് സംസ്കൃതത്തിൽ പറയാറ്, നമ്മളെല്ലാവരും. അപ്പോൾ ഇതിനകത്ത് വ്യത്യാസ ലിംഗഭേദമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ വേണം ഭഗവാന്റെ ഈ കഥകൾ കേൾക്കാൻ. പിന്നെയോ ഈ ദോഷം ഇപ്പം ഭഗവാൻ എന്നാണോ തൻ്റെ അവതാര ഉദ്ദേശം പൂർത്തിയാക്കി തൻ്റെ ശരീരത്തെ ഗ്രഹണം ചെയ്തത്, തൻ്റെ സ്വധാമത്തിലോട്ട് പോയത്, അന്ന് മുതൽ ഭൂമിയിൽ കലി വ്യാപിച്ചു. അപ്പം പല ദോഷങ്ങൾ നിറഞ്ഞ ഈ കലിക്ക് ഒരു ഗുണമുണ്ട്. എന്താണത്? കലേർ ദോഷനിധേ രാജൻ അസ്തി ഹീഗോ മഹാൻ ഗുണഃ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗ പരംപ്രജേത്. അപ്പോൾ ദോഷം നിറഞ്ഞതായ കലിക്ക് ഒരു വലിയ ഗുണമുണ്ട്. എന്താണ്? ആ ഭഗവാന്റെ അല്ലെങ്കിൽ ആ ശ്രീകൃഷ്ണ നാമങ്ങൾ നമ്മൾ ആരിലും ജപിക്കുന്നത് കേൾക്കുകയോ ജപിക്കുന്നവർക്കോ അവരെ ഈ കലി ബാധിക്കുകയില്ല എന്നൊരനുഗ്രഹം ഈ കലിക്കുണ്ട്. അപ്പം അനിത്യമായ ആ മായ മാറിയാൽ നമ്മുടെ ആശകൾ തീരും. പിന്നെയോ കൃതേയധ്യായുധോ വിഷ്ണു ത്രേതായാം യജതോ മഖൈ ദ്വാപരേ പരിചര്യായാം കലോ തത് ഹരികീർത്തനാഥ്. അപ്പം ഓരോ യുഗത്തിലും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പൂർവ്വസൂരികൾ പറഞ്ഞു വെച്ചു. അപ്പം കൃതയുഗത്തിൽ ധ്യാനവും, ത്രേതായുഗത്തിൽ യാഗവും, ദ്വാപര യുഗത്തിൽ പൂജയും. ഇതാണ് നമ്മുടെ ഒരു ക്രമം. പക്ഷേ ഈ കലിയിൽ ഇതൊന്നും വേണ്ടാന്ന് പണ്ടേ ആചാര്യന്മാർക്ക് മനസ്സിലായി. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മളിപ്പോൾ ഒരു പൂജാദ്രവ്യങ്ങൾ എന്തേലും എടുത്താൽ അത് വല്ലതും അതിൻ്റെ ശുദ്ധതയോ സ്നിഗ്ധതയോ ഉണ്ടോ? ഇല്ല. മാല കിട്ടുന്ന നമ്മളിപ്പോൾ ഒരു മാല, നിങ്ങൾക്ക് മാല കെട്ടാൻ അറിയത്തില്ല, നിങ്ങൾ കടയിൽ നിന്നൊരു അത് വ്യവസായമായി. അപ്പം അവിടെ നമ്മൾ മാലയൊക്കെ കൊണ്ട് ഇപ്പം മുമ്പേ സാറ് പറഞ്ഞതുപോലെ നമ്മളിപ്പം എന്നോട് ഈയിടെ ഒരാൾ പറഞ്ഞു, ഒരു ക്ഷേത്രത്തിലെയും കാര്യം എടുത്തു പറയരുത്, പ്രശ്നം ഉണ്ടാകുമെന്ന്. ഇപ്പം പറയാതിരിക്കാൻ തരമില്ല. തിരുവല്ല അമ്പലത്തിൽ തന്നെ ഈ നമ്മൾ അവിടെ ഇപ്പം നിങ്ങളൊരാൾ അവിടുത്തെ ഇത്തവണത്തെ മൊത്തവും അവിടുത്തെ മാലകെട്ടിൻ്റെ ഓർഡർ പിടിച്ചെങ്കിൽ നിങ്ങൾ അവിടെ വന്നിരിക്കും. അവിടോട്ട് ഈ ഇപ്പം സാറ് പറഞ്ഞ പോലെ അവിടെ കഥകളി നടത്തുന്ന അവിടെ കുറേ അപ്പൂപ്പന്മാരിരിപ്പുണ്ട്. അവർ മുറുക്കി തുപ്പി അടുത്തോട്ട് കൊണ്ട് എന്തോ ഇടും, ഈ തുളസികൾ കെട്ടായിട്ട് കൊണ്ടിടും. അവിടുന്ന് അത് അവർ ഓരോരുത്തർക്ക് കൊടുത്തു വിടും. നിങ്ങൾ ഇത്ര മാല ഇത് കെട്ടി അവർക്കും ഒരു ബിസിനസ്സാണ് ഇത്. ആ പോച്ചയും ഇതെല്ലാം കൂടി വെച്ച് മാലയൊക്കെ കെട്ടുന്ന തുലനം ചെയ്യാൻ സാധിക്കാത്ത തുളസി എന്നാണ് പറയുന്നത്. പക്ഷേ ഈ തുളസി അവർ നല്ല ഷേപ്പാക്കി കണ്ടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം തുളസി ഒരിക്കലും, അപ്പോൾ ഒരാൾ ഞങ്ങൾ ഒരിടത്തിരുന്ന് മൂലം വായിച്ച സമയത്ത് പറഞ്ഞു, ഒരു തിരുമേനി പറഞ്ഞു, അങ്ങനെ അവരുടെ പേര് പറയുന്നില്ല, അങ്ങനെ നിങ്ങൾ മുറിക്കരുത്. അയ്യോ തിരുമേനി, ഇത് മുറിച്ച സാധനമല്ലേ, ആ മുറിച്ച സാധനം ഇവരിങ്ങനെ എസ് പോലെ കെട്ടിയായി കേശാധിവാദം ഉണ്ടാക്കുന്നത്. അല്ല, അങ്ങനെയല്ല. ഈ തുളസിക്ക് തുലനം ചെയ്യാൻ സാധിക്കത്തില്ല, അത്ര പവിത്രമാണ് ഈ തുളസി. അപ്പം നിങ്ങൾ ഇതിനിങ്ങനെ ചെയ്യരുത്, ദോഷമാണെന്ന് പറഞ്ഞപ്പം പിന്നെ അവർ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതെല്ലാം വ്യവസായമാണ്. ആർക്ക് നേരത്തെ മുന്നേ പൂർവ്വസൂര്യന്മാരുള്ള ആചാര്യന്മാരുടെ സന്യാസോദ്യോഗന്മാർക്കും മനസ്സിലായതുകൊണ്ട് അവർ പറഞ്ഞു, ഈ കലിയിൽ എന്ത് ചെയ്താൽ മതി? ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചാൽ മതി. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളൊക്കെ ഇപ്പം കലികാലമായപ്പം വലിയൊരു അസംബന്ധം വന്നാൽ ഈ വഴിപോല് പാടുപെട്ട പരദേവതയ്ക്കല്ല ദേവതയ്ക്കല്ല ദേവനെ സമർപ്പിക്കുന്നതാണ് വഴിപാട്. നമുക്കിപ്പോൾ അപ്പോൾ നമ്മുടെ ആ സമർപ്പണത്തിൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധയാണ് അവിടെ കാണുന്നത്. പക്ഷെ നമ്മൾ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന പോലെ ഞാനും ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ബാക്കിയൊന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്തോ അത് ഞാൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം സമർപ്പണമില്ലാതെ പോയി. അപ്പം ഭഗവാൻ അതാ പറഞ്ഞത്, നിൻ്റെ പൂർണ്ണമായ സമർപ്പണം മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. മുമ്പേ സാറ് പറഞ്ഞു, ഗുരുവായൂർ ചെന്നാൽ പ്രദക്ഷിണം ചെയ്യുന്ന കാണാം. എങ്ങനെ വേണം പ്രദക്ഷിണം ചെയ്യാൻ? പദാനുഗംഗേജൽ സ്തുതിർവാജി ഹൃദി ധ്യാനം ചതുരംഗം പ്രദക്ഷിണം. ആസനം, ഇപ്പം പ്രസവിക്കാറായ പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ എങ്ങനെയാണോ നടക്കുന്നത്, അവളുടെ തലയിൽ ഒരു കുടം എണ്ണയോ വെള്ളമോ വെച്ച് കൊടുത്താൽ എത്രമാത്രം ശ്രദ്ധയോടുകൂടിയായിരിക്കും. അപ്പോൾ ഒരിക്കലും ഒരു പാർട്ടി ഓഫീസിൽ പോകുന്ന പോലെ ആയിരിക്കത്തില്ലല്ലോ ഗർഭിണി പോകുന്നത്. ഭൂമിയും അറിയരുത്, താനും അറിയരുത്, തൻ്റെ വയറ്റിലെ കുഞ്ഞ് താഴെ പോകുന്നില്ല. അപ്പോൾ അവളുടെ തലയിൽ ഒരു കുടം എണ്ണയോ വെള്ളമോ വെച്ച് കൊടുത്താൽ എത്ര ശ്രദ്ധയോടുകൂടിയാണോ പോകുന്നത്, അത്ര ശ്രദ്ധയോടുകൂടി പദാനുഗംഗേജൽ. ഇപ്പോൾ സാറ് പറഞ്ഞു ഗുരുവായൂരൊക്കെ ചെന്നാൽ കാണാം ആ ശ്രദ്ധ തന്നെയല്ല, അപ്പം ആ സമർപ്പണം കൂടെ, ശരണാഗതിയാണ് അവിടെ കാണിക്കുന്നത്.
ഒരു പാദം വെച്ചിട്ട് അടുത്ത പാദം അതിലോട്ട് മുട്ടിച്ച് വെച്ച് 21 പ്രദക്ഷിണം ഉത്തമം എന്നൊക്കെ ആഗമശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ മനസ്സുകൊണ്ട് ധ്യാനിച്ച് ചുണ്ടുകൊണ്ട് ജപിച്ച്. ലളിതാ സഹസ്രനാമത്തിലൊക്കെ ദേവിക്കൊരു പേരുണ്ട്, ഓം പരാപശ്യന്തി മധ്യമ വൈഖരീ രൂപായേ നമ. അപ്പം നമ്മൾ ഈ സംസാരിക്കുമ്പം നമ്മുടെ ഈ മൂലാധാരത്തിൽ നിന്നാണ് ഈ സമ്പ്രദായം, അതായത് വാക്കുകൾ വെളിയിലോട്ട് വരുന്നത്. അപ്പോൾ അത്രയും അടിത്തട്ടിൽ നിന്നും വരുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ അത് മനസ്സുകൊണ്ട് ധ്യാനിച്ച് ചുണ്ടുകൊണ്ട് ജപിച്ച് ആ കൈകൾ അഞ്ജലി പോലെ കൂപ്പി ആ ഭഗവാന്റെ മാറിടത്തിലാണ് താൻ നിൽക്കുന്നതെന്നുള്ള ഭാവത്തോട് വേണം പ്രദക്ഷിണം. ഉപദേവന്മാരെ പ്രദക്ഷിണം ചെയ്തിട്ട് വേണം അകത്തേക്ക് പ്രധാന ദേവനെ പ്രദക്ഷിണം ചെയ്യാനൊക്കെ വിധിയുണ്ട്. അപ്പോൾ ഇത്രയും വന്നുകൊണ്ട് സന്ദർഭോചിതമായിട്ട് പറഞ്ഞതാണ്. അപ്പം ഈ നമ്മുടെ ശ്രദ്ധയെ കാണിക്കാനാണ് അങ്ങനെ പ്രദക്ഷിണം ചെയ്യുന്നത്. ഇത്രയും ശ്രദ്ധ വേണം. നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ക്ഷേത്രത്തിൽ പോലെ അറിയാതെ നമ്മൾ അവിടുത്തെ ബലിക്കല്ലെ തൊടുന്നത്? നമ്മൾ അറിയാതെ അവിടുത്തെ ചവിട്ടുന്നത് പാപം. രണ്ടാമത് വീണ്ടും കൈ തൊട്ടിട്ടാണ് അതിനെ നമസ്കരിച്ച് വെക്കും. അപ്പം വീണ്ടും ഒരു പാപം കൂടി ചെയ്തു. ഒരു പാപം ചെയ്ത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ശ്രദ്ധയില്ലാത്തതുകൊണ്ട്. അപ്പം നമ്മൾ ആ ക്ഷേത്രത്തിൽ പോകുമ്പം സാറ് പറഞ്ഞതുപോലെ മറ്റൊന്നിലും ആയിരിക്കില്ല, നമ്മൾ എന്തിനെയാണോ കാണാൻ പോകുന്നത് അതിനെ മാത്രം ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ ഈ കലികാലത്തിൽ ഇതൊന്നും നടക്കത്തില്ലെന്നറിയാം. പ്രത്യേകിച്ചും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെല്ലാം നിങ്ങളും കണ്ടിട്ടുണ്ട്, അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ശബ്ദം നാമജപത്തിന്. ബോർഡിലേ ഉള്ളൂ കേട്ടോ, ആരും നാമം ജപിക്കാറില്ല. അപ്പം ഇത് എന്തുകൊണ്ടാണ്? നമ്മൾ ഓരോരുത്തരുമാണ് ചെല്ലുന്നത്. അപ്പം നമ്മളത് ശ്രദ്ധയോടുകൂടി ചെയ്യണം. അതുകൊണ്ട് ഈ കലികാലത്തിൽ ഭഗവാന്റെ നാമങ്ങളെ കീർത്തിച്ചാൽ അല്ലെങ്കിൽ ശ്രവിച്ചാൽ, ശ്രീമദ് ഭാഗവതം ശ്രാവ്യം എന്നാ പറഞ്ഞ് കേട്ടാൽ മതി. എപ്രകാരമാണ് ഒരു ഭിഷഗ്വരൻ, ഒരു ഡോക്ടർ ഒരു രോഗിക്ക് മരുന്ന് എഴുതി കൊടുക്കുമ്പം ആ രോഗി അത് കഴിക്കുമ്പോൾ എപ്രകാരമാണോ ആ അസുഖം ഭേദമാകുന്നത്. പക്ഷേ ഈ രോഗിക്ക് ഒരിക്കലും അറിയത്തില്ല എന്തൊക്കെയാണ് ഈ മരുന്നിനകത്തെ കണ്ടൻ്റ് എന്ന്. അറിയാമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും? അദ്ദേഹത്തിന് അറിയാം, പക്ഷേ ബാക്കി ആർക്കും നമ്മൾ എന്തൊക്കെയാണ് ഈ മരുന്നിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കണ്ടൻ്റ് എന്ന് അറിയത്തില്ല. നമ്മൾ കഴിക്കുമ്പോൾ അസുഖം മാറുന്നില്ലേ? അതുപോലെ ഈ ഭവരോഗത്തിൻ്റെ സിദ്ധ ഔഷധങ്ങളാണ് ഈ ഭഗവാന്റെ തിരുനാമങ്ങൾ. അപ്പോൾ ഈ തിരുനാമങ്ങൾ കേട്ടാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. എന്നോട് അരമണിക്കൂർ ആ സമയം. നിങ്ങൾ എല്ലാവരും എന്നെ പ്രാകരുത്. 2-3 ശ്ലോകം കൂടി ചെയ്തിട്ട് നമുക്കങ്ങ് തീർക്കാം. പിന്നോ അപ്പം ഈ കലിയുഗത്തിൽ, ഈ കൃതയുഗത്തിൽ ധ്യാനവും ത്രേതായുഗത്തിൽ യാഗവും ദ്വാപരയുഗത്തിലെ പൂജയും കൊണ്ടുള്ള ഫലം മുഴുവനും ഈ കലിയിലെ നാമസങ്കീർത്തനം കൊണ്ട് കിട്ടും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കണം. അപ്പം അതിൻ്റെ മുമ്പായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ, ഒരു ചൂണ്ടുവലക മാത്രമേ ഉള്ളൂ. ഭാഗവതം ഇപ്പം പറയാൻ പറ്റത്തില്ല, കാരണം സ്വാമിക്കും അറിയാം. അതുകൊണ്ട് ആ മാഹാത്മ്യവും പറയാൻ പറ്റുന്നില്ല. 2-3 ശ്ലോകം കൂടി പറയാം. പിന്നെയോ പിന്നെ ഹരേർ നാമ ഹരേർ നാനൈവ കേവലം കലൗ നാസ്യത്യേവ ഗതിരന്യഥ. ഹരിനാമകീർത്തനം മാത്രമാണ് ഈ കലികാലത്തിൽ മോക്ഷമായിട്ടുള്ളത്, മറ്റൊന്നും ഇല്ല തന്നെ. പിന്നെ ഇനി നമുക്ക് ഇത്രയും പറഞ്ഞു. ഇനി ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം പറയുന്നതിന് മുമ്പ് ഈ ശ്രീമദ് ഭാഗവതം ഈ ബ്രഹ്മസൂത്രത്തിൻ്റെ 2-ാം സൂത്രം കൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. അപ്പം ജന്മാദ്യ ഏതോ അന്യാദി ദരിദ്രചാർദ്ദേഷ് അഭിഞ്ച സ്വരാട്. അപ്പം എന്താണ്? അപ്പം ഈ 12 സ്കന്ധങ്ങളാണ് ശ്രീമദ് ഭാഗവതത്തിന്. 335 അധ്യായങ്ങളും 18,000 ശ്ലോകങ്ങളുമാണ് ഈ ശ്രീമദ് ഭാഗവതം. ഇങ്ങനെയുള്ളൊരു പ്രകരണമാണ് ശ്രീമദ് ഭാഗവതം. അപ്പം അതിൽ പ്രഥമ സ്കന്ധം കൊണ്ട് 19 അധ്യായങ്ങൾ. ആദ്യത്തെ അപ്പം ഇത് സംവാദങ്ങളാണ്. ഈ സംവാദ രൂപത്തിൽ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളായിട്ടാണ് ശ്രീമദ് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ അതിനു മുമ്പായിട്ട് ഈ നാരദ മഹർഷി ഈ ഭൂമിയിൽ വന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ ഒരു യൗവനയൊക്കെ ആ സ്ത്രീയും 2 കുഞ്ഞുങ്ങൾ പ്രായമുള്ള, നമുക്കൊക്കെ അത് ഒരു വലിയ വിരോധാഭാസമല്ലേ. അപ്പം നാരദ മഹർഷി ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? ഞാൻ ഭക്തിയാണ്, എൻ്റെ മക്കളാണ് ഇവർ രണ്ടും. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അമ്മ യൗവനയുക്തയായിട്ടിരിക്കുന്നു, മക്കൾ കിളവന്മാരുമായി. അപ്പോൾ എന്താണ് ഇതിന് കാരണം? ഇതിൻ്റെ ഒരു അന്വേഷണമാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ എന്നോട് അരമണിക്കൂർ പറഞ്ഞു, 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പം നമ്മൾ ഇങ്ങനത്തെ സമയത്ത് ഈ ഭാഗവതം മനസ്സിലാക്കിയാൽ മനസ്സിലാകത്തില്ല. അപ്പം നമ്മൾ ഈ 18,000 ശ്ലോകങ്ങളും 10 ലക്ഷണവുമുള്ള പുരാണത്തിൽ 12 സ്കന്ധങ്ങളാണ്, 335 അധ്യായങ്ങളാണ്. അതിനകത്ത് ലാസ്റ്റിൽ ഭഗവാൻ വേദവ്യാസ മഹർഷി കൊണ്ട് ക്രോഡീകരിച്ചു, ഭവേ ഭവേ യഥാ ഭക്തി
പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാദസ്ത്വം നോയത പ്രഭു. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിപുരം. അപ്പം നാമസങ്കീർത്തനം കൊണ്ട് മാത്രമേ നമ്മുടെ ജന്മാന്തരങ്ങളായിട്ട് കിടക്കുന്ന സഞ്ചിത പ്രാരബ്ധ ആർജിത കർമ്മങ്ങൾ പോകത്തുള്ളൂ. നിങ്ങളെത്ര വഴിപാട് കൊണ്ട് നടത്തിയാലും, ഇപ്പം സ്വാമി പറഞ്ഞു, അത് കഴിഞ്ഞ് സാറ് പറഞ്ഞു, എന്താണ് ഞങ്ങളെ പഠിപ്പിച്ച സമയത്ത് വേറൊരു രീതിയിൽ ഈ കഥ പറഞ്ഞ് ഗുരുവായൂരമ്പലത്തിലെ ഈ പരബ്രഹ്മം, അതായത് സച്ചിദാനന്ദ, അങ്ങനെയുള്ള സച്ചിദാനന്ദത്തെ കാണാൻ സ്വാമിയെപ്പോലെയുള്ള, നമ്മളല്ല സ്വാമിയെപ്പോലെ സാധന അനുഷ്ഠിക്കുന്ന ഒരാൾ ചെന്നപ്പം ഈ പരബ്രഹ്മം എവിടെ ഇരിക്കുക? ഗുരുവായൂരമ്പലത്തിൻ്റെ വെളിയിൽ കാലൊക്കെ ആട്ടി. ഇവരെല്ലാം മൈനറാണെന്ന് കോടതി വിധി പറഞ്ഞല്ലോ. എത്ര വലിയ കൊടികുത്തിയ പാലാലപ്പുഴ അമ്മയാണേലും ഇവരെല്ലാം മൈനർ അല്ലേ? ക്ഷേത്രത്തിൽ ദേവതയെല്ലാം മൈനറായിട്ടാണെന്ന് കോടതിയുടെ വിധി. തന്ത്രിയൊക്കെ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ദേവത ഇങ്ങനെ കാലുവാട്ടി അവിടെ ഇരിക്കുക. അപ്പം സ്വാമിയെപ്പോലുള്ള ഭഗവാനെ ബ്രഹ്മത്തെ എന്നും കണ്ടെത്തുന്ന ആ കാണുന്ന ആൾ ചോദിച്ചു, അയ്യോ അവിടുന്ന് എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? അകത്ത് മുഴുവനും കള്ളന്മാരാണ്. അപ്പം പറഞ്ഞു, അങ്ങയുടെ, അപ്പം സ്വാമിയാ ഞാനല്ല, സ്വാമിയെപ്പോലെ ഭഗവാനെ കണ്ട ആൾ ചോദിച്ചു, അങ്ങയുടെ എത്രയോ തിരുവാഭരണങ്ങൾ ഓരോരുത്തർ എടുത്തുകൊണ്ട് പോകുന്നു, ഇതിനെന്താ അവിടുന്ന് ആക്ഷൻ എടുക്കാത്തത്? അപ്പം ഈ പരബ്രഹ്മം പറയുകയാണ്, കഥയാണ്. പരബ്രഹ്മം പറയുക, അത് ഞാനെന്ത് ആക്ഷൻ എടുക്കാനാ? കുറേ കള്ളന്മാർ കുറേ സാധനം കൊണ്ടുവരും. മനസ്സിലായല്ലോ? തസ്കരാണ പതേ നമാന്ന് ശ്രീ ഈ തസ്കരൻ്റെ ഏറ്റവും വലിയ തസ്കരനാരാ? അപ്പം കുറേ കള്ളന്മാർ കുറേ സാധനങ്ങൾ കൊണ്ടുവരും, വേറെ കുറേ കള്ളന്മാർ എടുത്തുകൊണ്ട് പോകും. അപ്പം ആകെ മൊത്തം ടോട്ടലിൽ കൊണ്ടുവരുന്നവനും കള്ളനാണ്, കൊണ്ടുപോകുന്നവനും കള്ളനാണ്. അപ്പം നമുക്കിതിനകത്തൊന്നും ആയിരിക്കരുത് നമ്മുടെ ശ്രദ്ധ. രമണാശ്രമത്തിൽ രമണ മഹർഷിയെ കാണാൻ ഒരാൾ ചെന്നപ്പോൾ അവിടെ ആശ്രമത്തിൽ മൊത്തവും മുഴുവനും വഴക്കാണ്. അപ്പോൾ രമണ മഹർഷി മരിക്കുന്നിടം വരെ കേസുണ്ടായിരുന്നെന്നാണ് എൻ്റെ ഒരു അറിവ്. രമണ മഹർഷി മരിക്കുന്നിടം വരെ ഈ സഹോദരനുമായിട്ടൊരു കേസ് നടന്നതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം രമണ മഹർഷി തമിഴാണ്, എനിക്ക് തമിഴ് അറിയാത്ത, സ്വാമിക്ക് നല്ലപോലെ അറിയാത്ത. രമണ മഹർഷി ചോദിച്ചു, നീ വഴക്ക് കാണാനോ വന്നെങ്കിൽ വഴക്ക് കണ്ടിട്ട് പൊക്കോളാം. അപ്പോൾ തമിഴിൻ്റെ സ്റ്റൈൽ അങ്ങനെയാണ്, നീ എന്തിനെയാണോ കാണാൻ വന്നത് നീ അത് കണ്ടിട്ട് പോകും. അപ്പം നമ്മളിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു എന്താ ഒരു ശ്രീരാമ ഒരു സമിതി രൂപീകരിച്ചു. അപ്പം അത് ഇവർ ഭാര്യയും ഭർത്താവോടൊക്കെ ഞങ്ങൾ 2-3 വട്ടം പള്ളിക്കോടി വന്നപ്പം പറഞ്ഞു. അപ്പോഴും വിശ്വനാഥ് സാറ് പറഞ്ഞു, എത്ര പേര് ഒരാളെ ഉള്ളതിലും മുമ്പേ സാറ് പറഞ്ഞ കഥ അവിടെ ഞാൻ കേട്ടു. ഒരാളെ ഇരുത്തി ബാധിച്ചു പോകുന്ന അതിനെ പാകപ്പെടുത്തി എടുക്കുകയാണ്. അപ്പം നമ്മൾ ആ സ്വാമിയുടെ പ്രസൻസിൽ എത്രയും സാധനമുള്ള ഒരാൾ, അപ്പം നിങ്ങൾക്കൂടെ അതിന് അർഹത വേണം. അപ്പോൾ ഈ അർഹത വേണ്ട എങ്ങനെയാണ്? നിങ്ങളുടെ സഞ്ചിത പ്രാരബ്ധ കർമ്മങ്ങൾ തീരുമ്പോഴാണ്. അതുവരെ നിങ്ങൾ ഇങ്ങനെ പുത്രപിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അതുവരെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇവിടെ ഇരുന്നാലും അയ്യോ മോനെ വിപ്പം വരാറാവും, ചോറ് വെച്ചില്ല, ഇതെല്ലാം നമ്മൾ ഭഗവാന് സമർപ്പിച്ചാലോ. വള്ളിക്കാവ് ചെല്ലുമ്പോൾ അമ്മ ഞങ്ങളോട് വെൺമണിയുമായിട്ട് പ്രാവശ്യം ചെന്ന സമയത്ത് അമ്മ പറഞ്ഞു, അപ്പം ഇവർ ഇത്രയും വലിയ ബ്രാഹ്മണോത്തമന്മാർ, വെൺമണി തിരുമനസ് 8ാമത്തെ വയസ്സിൽ ഭാഗവതം വേദിയിൽ അവതരിപ്പിച്ച ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി രാധ അന്തർജനം അവർ ഈ 2-3 വർഷം മുമ്പാണ് വള്ളിക്കാവിൽ ചെന്ന് അമ്മയോട് മന്ത്രദീക്ഷ എടുക്കുന്നത്. എനിക്ക് ഭയങ്കര അതിശയം തോന്നി. അപ്പോൾ ഈ അമ്മ പറയുമായിരുന്നു ഭയങ്കര കഷ്ടപ്പാട്. അപ്പം ഞങ്ങൾ ഡൽഹി വെച്ചാണ് കാണുന്നത്. അവിടെ ഒരു സപ്താഹത്തിന് വന്നപ്പം ഞാൻ 11 മണിക്കൂർ ലൈനിൽ നിന്നിട്ടാണ്. അന്ന് അമ്മ ഭാവദർശനത്തിൽ കിരീടമൊക്കെ വെച്ചിട്ട് ഇരിക്കുന്ന സമയത്താണ് ഈ മന്ത്രദീക്ഷ. ഒത്തിരി വലിയ പ്രൊട്ടക്ഷൻ ഈ ഫോറിനേഴ്സൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം പറയുമായിരുന്നു നമുക്ക് ഇങ്ങനെയൊക്കെയുള്ളൊരു ഇത്രയും ഭാഗവതമൊക്കെ. അപ്പം വള്ളിക്കാവ് ചെന്നപ്പോൾ അമ്മ പറഞ്ഞു, നമ്മൾ എളുപ്പം ഇതൊന്നും കിട്ടത്തില്ല, ഇത് നമുക്ക് എല്ലായിടും അന്തർലീനമായി എപ്രകാരമാണ് പാലിൽ എത്രയോ പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് നെയ്യ് കിട്ടുന്നത് അല്ലേ. പക്ഷേ നെയ്യ് തിരിച്ച് പാലാകുമോ? പാലാകത്തില്ല. അപ്പം നിരന്തര സാധനയിൽ കൂടെ മാത്രമേ ഈശ്വരനെ. എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ പള്ളിക്കാലിൽ എനിക്ക് ഈ ഗുരുക്കന്മാരെ ചെറുപ്പത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടല്ല ഞാൻ ചോദിക്കുന്നത്, നമുക്കെന്തിനാ ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് സ്വാമിയോട് പറയണോ ഭഗവാനോട്? ഇല്ല, എനിക്ക് ഡയറക്റ്റ് പറയില്ല. അപ്പം പിന്നെ ഭാഗവതമൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ കുറേ നാൾ കഴിഞ്ഞപ്പം ആചാര്യൻ ചോദിച്ചു, ഭഗവാൻ പൂർണ്ണ അവതാരമല്ലായിരുന്നു അല്ലേ? അത് ശ്രീകൃഷ്ണൻ പൂർണ്ണ അവതാരമാണ്. എന്നിട്ട് ഭഗവാൻ ഈ സുദാമാചരിതത്തിൽ പറയുന്നുണ്ട്, ഗുരുരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തിയിൽ. ഗുരുവിൻ്റെ അനുഗ്രഹം വേണം ഒരുവന് പൂർണ്ണനാകണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജന്മമായിരിക്കണം. നമ്മളൊന്നും അങ്ങനെയുള്ള ജന്മങ്ങളല്ല. അപ്പം എനിക്ക് ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചാൽ മനസ്സിലായി, ഇത്രയും തത്വത്തിലെത്തി ഇവർ പോലും
അമ്മയിൽ നിന്ന് മന്ത്രദീക്ഷ മേടിച്ചപ്പം അപ്പം ഗുരുവിൻ്റെ പ്രസക്തി എന്താണ്? അപ്പം നമ്മൾ ആദ്യം ഗുരു ആരാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഏറ്റവും വലിയൊരു എല്ലാ ആശ്രമങ്ങളിലും പഠിപ്പിക്കുന്ന ഒരു സാധനമാണ് ഗുരുഗീത. ഏറ്റവും വലിയ പുരാണമാണ് സ്കന്ദപുരാണം. ഈ സ്കന്ദപുരാണത്തിൽ കുറച്ച് ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ ഗുരുഗീത. അതാരാണ്? ശിവൻ സാക്ഷാൽ പരബ്രഹ്മമായിട്ടിരിക്കുന്ന ആ പരമാത്മാവ് ദേവിയോട് പറഞ്ഞു കൊടുക്കുന്ന ചുരുക്കം ചില ശ്ലോകങ്ങളാണ് ഗുരുഗീത. ആ ഗുരുഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, എന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഞാൻ ക്ഷമിക്കും, ഗുരുവിനോട് തെറ്റ് ചെയ്താൽ ഞാൻ ഒരിക്കലും മാഫ് കൊടുക്കത്തില്ല. അപ്പം ഗുരുവിൻ്റെ പ്രാധാന്യം എൻ്റെ മുകളിലാണ് ഗുരു. അപ്പം ഗുരുവിനെയും ദൈവത്തെയും ശിവനെയും രണ്ടായിട്ട് കാണുന്നവൻ ഗുരുപത്നിയെ പരിഗ്രഹിച്ചവനെ പോലെ പാപിയാണെന്നും ഭഗവാൻ പറഞ്ഞു. അപ്പം ഗുരുവിൻ്റെ മഹത്വം മനസ്സിലാക്കുക. ഇപ്പം ഭാഗവതം ഏറ്റവും ഇത് കേൾക്കുന്നത് നമ്മുടെ ജന്മങ്ങളുടെ സുഹൃതങ്ങൾ ക്ഷയിച്ചവർക്കാണ് ഇത് കേൾക്കുന്നത്. അപ്പം നിങ്ങൾ കേൾക്കാനായിട്ട് ഒരവസരം ഇവിടെ നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കഴിവതും ശ്രീമദ് ഭാഗവതം ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് പ്രിൻ്റ് ചെയ്യുന്നത് 350 രൂപയ്ക്ക് ഇപ്പോൾ 2 പുസ്തകങ്ങൾ കിട്ടും. അർത്ഥമൊന്നുമില്ല, പക്ഷേ നിരന്തരം നമ്മൾ ഇത് ശ്രവിച്ചാൽ അതിൻ്റെ ഗുണം നമ്മുടെ തലമുറകളിലേക്ക് വ്യാപിപ്പിക്കാൻ പറ്റും, നമ്മുടെ ദോഷങ്ങളെ ക്രോഡീകരിക്കാൻ പറ്റും. ഇത്രയേ പറയുന്നത്. 1:15 സ്വാമിക്കും തിരക്കുണ്ട്. അപ്പം ഇനിയുള്ള അവസരത്തിൽ കൂടുതലായിട്ട് നമുക്ക് ഭാഗവതം